പാടിടാൻ ഞാനും സ്നേഹത്തിൻ ഗാനം കേൾക്കാനായി വന്നിടുമോ സ്നേഹിത ഇന്ന് യേശുവിൻ സ്നേഹം പാടാൻ ഞാൻ ക്രൂശിലെ സ്നേഹം പാടാൻ ഞാൻ പാടിടാൻ ഞാനും സ്നേഹത്തിൻ ഗാനം കേൾക്കാനായി വന്നിടുമോ സ്നേഹിത ഇന്ന് യേശുവിൻ സ്നേഹം പാടാൻ ഞാൻ ക്രൂശിലെ സ്നേഹം പാടാൻ ഞാൻ നാടില്ല വീടില്ല ചെല്ലാനൊരിടമില്ല ഒടുവിൽ ഞാൻ കുരിശിന്റെ ചുവടോരം തേടി നാടില്ല വീടില്ല ചെല്ലാനൊരിടമില്ല ഒടുവിൽ ഞാൻ കുരിശിന്റെ ചുവടോരം തേടി നീറുമി മനസ്സിലെ ശോകങ്ങളെല്ലാം സന്തോഷമായി മാറ്റി യേശുനാഥൻ നീറുമി മനസ്സിലെ ശോകങ്ങളെല്ലാം സന്തോഷമായി മാറ്റി യേശുനാഥൻ യേശുവിൻ നാമം ഒരത്ഭുത നാമം പാപികളിൽ കനിയുന്നൊരു നാമം യേശുവിൻ നാമം ഒരത്ഭുത നാമം പാപികളിൽ കനിയുന്നൊരു നാമം പാടിയിടാം ഞാനും സ്നേഹത്തിൻ ഗാനം കേൾക്കാനായി വന്നിടുമോ സ്നേഹിത യേശുവിൻ സ്നേഹം പാടാൻ ഞാൻ ക്രൂശിലെ സ്നേഹം പാടാൻ ഞാൻ യേശുവിൻ സ്നേഹം പാടാൻ ഞാൻ ക്രൂശിലെ സ്നേഹം പാടാൻ ഞാൻ. ഹല്ലേലൂയ. നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമൊക്കെ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലന്മാർ സ്തോത്രം ആഴമായ തിരുവചനം ദേശങ്ങളിൽ പറയുമ്പോൾ പലയിടത്തും പറയുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഭയങ്കരമായ പ്രതിസന്ധികൾ ഉണ്ടായതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ ധ്യാനിക്കാൻ കഴിയും. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോഴും യേശുക്രിസ്തു സഭകളിൽ പ്രസംഗിക്കുമ്പോഴും സഭയ്ക്കകത്ത് പ്രശ്നങ്ങളുണ്ടായി, ദേശങ്ങൾ പ്രസംഗിക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ടായി. കാരണം സത്യം എവിടെ വെളിപ്പെടുമോ അതിനെതിരെ പ്രശ്നമുണ്ടാകും. ഹല്ലേലൂയ. സത്യം ആരാ? യേശു. ഹല്ലേലൂയ. യേശു എന്ന സത്യം വെളിപ്പെടുമ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനോ അംഗീകരിക്കാനോ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷകളുടെ ഓരോ ഘട്ടവും നിറവേറ്റി യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ വേറെ ഒരിടത്തും പോകല്ലേ, എൻ്റെ ശക്തിക്കായി കാത്തിരിക്കണം. അങ്ങനെ ശിഷ്യന്മാർ ദൈവശക്തിക്കായി മർക്കോസിന്റെ മാളികമുറിയിൽ കാത്തിരിക്കുകയും ശക്തി പ്രാപിക്കുകയും ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അങ്ങോട്ട് നോക്കുമ്പോൾ പകതിക്ക് ശേഷം നോക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രസംഗം തുടങ്ങി. സ്തോത്രം പത്രോസ് എഴുന്നേറ്റ് നിന്ന് വചനം പ്രസംഗിക്കാൻ തുടങ്ങി. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ മുൻപിലിരുന്ന സ്തോത്രം ജന്മനാ മുടന്തനായ മനുഷ്യൻ സൗഖ്യമായി. സ്തോത്രം. എന്നാൽ അവിടെ ദേശത്തിൽ ആ വ്യക്തികൾ ഒരുപാട് പേര് ഇളകി വന്നു. പത്രോസും പ്രസംഗിച്ച സുവിശേഷത്തിനെതിരെ ജനം ഇളകി വന്ന് പത്രോസിനെ പിടിച്ചു. സ്തോത്രം. വഴക്കു പറഞ്ഞു, നീ ഈ യേശുവിന്റെ നാമത്തിൽ ഇനി സംസാരിക്കല്ലെന്ന് പത്രോസ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ മനുഷ്യനെയാണോ അനുസരിക്കേണ്ടത്, ഞങ്ങൾ അയച്ച ദൈവത്തെയാണോ? ഹല്ലേലൂയ. നമ്മൾ ആരനുസരിക്കണം? ദൈവത്തെ. ആമേൻ. ഈ തിരുവചനം എത്ര പേര് അംഗീകരിക്കുന്നുണ്ട് സത്യമാണെന്ന്? ഈ തിരുവചനം അംഗീകരിക്കുന്നത് മാത്രം കരങ്ങൾ ഉയർത്തി കള്ളി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ബൈബിളിലുള്ള ഒരു വാക്യം പോലും എന്തല്ല, കള്ളമല്ല. ഇതാണ് സത്യം. ഇന്ന് ഈ ബൈബിളിലെ വചനങ്ങൾ വ്യത്യസ്തമായ നിലവാരത്തിൽ വ്യത്യസ്തമായ ഇഷ്ടത്തിന് വളച്ചൊടിക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ആധാരം സ്തോത്രം എന്തോന്നാ? തിരുവചനമാണ്. തിരുവചനമാണ് നമുക്ക് ആധാരം. സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട കർത്താവ് നമുക്ക് തന്ന ഈ വചനമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും വേണ്ടത്. സ്തോത്രം. നമ്മൾ വചനം വായിക്കണം. ഇതിനകത്ത് വചനം വായിച്ചാൽ ഇതിനകത്തുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ മിഥ്യയായ ഉപദേശത്തിന്റെ പുറകെ പോകരുത്. പല രീതിയിലുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. ഒരു കൂട്ടർ അവർ പറയുന്നതേ പറയാൻ പാടുള്ളൂ, ഒരു കൂട്ടർക്ക് അവർക്ക് പറയുന്നതേ അടുത്ത അവരുടെ ആൾക്കാർ പ്രസംഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ പല രീതിയിലുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. പിന്നെ നമുക്ക് എന്തോന്നാ പറഞ്ഞേ? സ്തോത്രം. നമുക്ക് ഈ സുവിശേഷമാണ് നമ്മുടെ ആധാരം. ഹല്ലേലൂയ. നീ മാത്രമാണ് എനിക്ക് ആധാരം. ഹല്ലേലൂയ. കരുണാനിധിയെ കാൽവരി നീ മാത്രമാണ്
എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയെ കാൽവരിയല്ലേ, നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വായിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ജീവിക്കേണ്ടതും എങ്ങനെ പോകണമെന്നും എന്താണ് ആരാധന എന്നും എന്താണ് തിരുവചനമെന്നും യേശു ആരാണെന്നും യേശുവിനെ എങ്ങനെ ആരാധിക്കണമെന്നും യേശുവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഈ വേദപുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അത് മത്തായി മുതൽ വെളിപ്പാട് വരെ പഴയ നിയമത്തിലുമുണ്ട് പുതിയ നിയമത്തിനകത്തുണ്ട്. പുതിയ നിയമത്തിനകത്ത് പൊരുളാകുന്ന യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ പഴയ നിയമത്തിനകത്ത് മറയാകുന്ന യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പൊരുൾ വെളിപ്പെട്ട് കഴിഞ്ഞ് മത്തായി മുതൽ വെളിപ്പാട് വായിക്കുമ്പോൾ യേശു ക്രിസ്തു എങ്ങനെയെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. യേശു ക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെ, യേശു ക്രിസ്തു എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, യേശു ക്രിസ്തു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, യേശു ക്രിസ്തു എങ്ങനെ പ്രസംഗിച്ചു, യേശു ക്രിസ്തു യൂദാസിനോടുകൂടെ എങ്ങനെയായിരുന്നു. യൂദാസിനോടുകൂടെ നമ്മളാണെങ്കിൽ സ്വത്ര യേശുവിനെ അറിയാമായിരുന്നു, യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും യേശു എന്ത് ചെയ്തില്ല, യൂദാസിനെ തള്ളി പറഞ്ഞില്ല. അവസാനം ഒരേയും കൊണ്ട് കിടന്നു. കണ്ടോ, യേശുവിനെ ആദ്യമേ അറിയാം. ഇവനാണ് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് നല്ലവണ്ണം ആർക്ക് അറിയാമായിരുന്നു, യേശുവിനെ അറിയാമായിരുന്നു. എന്നിട്ടും യേശു എന്ത് ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. അവസാനം വരെ യൂദാസിനെ ചേർത്ത് പിടിച്ച് കൊണ്ട് നടന്നു. അവസാന യൂദാസ് ആ കർത്തൃമേശ സമയത്താണ് സ്വത്രം ഒറ്റിക്കൊടുക്കുന്ന കാര്യം പറഞ്ഞത്. പക്ഷെ ആ ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സ്വത്രം ഇതുപോലെ ആയിരിക്കണമെന്നാണ് യേശു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരാളുണ്ടെങ്കിൽ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പഠിപ്പിച്ച ഒരാളുണ്ടെങ്കിൽ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. സ്നേഹിതരെ, ഹല്ലേലൂയ. അപ്പോ ആ തിരുവചനം എത്ര മധുരമാണ്, ഈ തിരുവചനം എത്ര സ്വത്രം വ്യക്തമായി സ്പഷ്ടമായിട്ടുമാണ് ഈ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വേദപുസ്തകം വായിക്കണം. ഇത് അന്ത്യ നാഴികയായ ആകയാൽ മനുഷ്യൻ തെറ്റിക്കുന്ന പല ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ, സ്വത്രം വചനത്തിൽ ഇല്ലാത്ത ഒരുപാട് ഉപദേശങ്ങൾ ഈ അനേകർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ദുരുപദേശത്തിന്റെ പുറകെ ആരും പോകാതെ സത്യത്തിന്റെ വചനം, സത്യമാകുന്ന വചനം, ജീവനാകുന്ന വചനം എല്ലാവരുടെ കയ്യിൽ വേദപുസ്തകമുണ്ട്. ഈ വേദപുസ്തകം നിങ്ങളുടെ ഭവനത്തിനകത്തിരുന്ന് വായിക്കണം. നിങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഈ വചനത്തിന്റെ മുൻപിൽ കുഞ്ഞുങ്ങളെ ഇരുത്തണം. അങ്ങനെ ഇരുത്തുകയാണെങ്കിൽ സ്നേഹിതരെ, വചനം നമ്മളെ രക്ഷിക്കും. 1 തെസ്സലോനിക്കരുടെ ലേഖനം വായിക്കുമ്പോൾ എൻ്റെ പ്രസംഗ വിഷയം അതല്ല, എങ്കിലും കുറച്ച് കാര്യം പറഞ്ഞിട്ട് പ്രസംഗ വിഷയത്തിലേക്ക് കടക്കും. 1 തെസ്സലോനിക്കരുടെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു മനുഷ്യന്റെ വചനമായിട്ടല്ല. കണ്ടോ, മനുഷ്യന്റെ വചനമായിട്ട് കേട്ടാൽ നമ്മൾ അംഗീകരിക്കത്തില്ല. ഇത് അനേകർ ചിന്തിക്കുമോ, ആ സിസ്റ്റർ അല്ലെങ്കിൽ പാസ്റ്റർ പ്രസംഗിച്ചു, എന്തോന്ന് പ്രസംഗിച്ചു, ഞങ്ങൾക്ക് വചനങ്ങളെല്ലാം അറിയാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മൾ നോക്കേണ്ടത് വേദപുസ്തകത്തിൽ എന്ത് പറയുന്നു, അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയുന്നല്ല. ബൈബിളിനകത്ത് അതുണ്ടോ, ബൈബിളിനകത്ത് എന്നോട് എന്ത് പറയുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, യേശുവിന്റെ വരവ് ആസന്നമായിരിക്കൊണ്ട് ഇനി മാത്രമല്ല, നമ്മളെ കർത്താവ് എപ്പോൾ വിളിച്ചാലും ആ സ്വർഗത്തിൽ തന്നെ കാണണമെന്നുള്ളത് കൊണ്ടും സ്വത്രം സത്യ തിരുവചനത്തെ സത്യമായി നമ്മൾ വീട്ടിൽ ഇന്നത്തോടെ നമ്മളെ കൺവെൻഷൻ ഇവിടെ തീരും. പക്ഷേ ഈ തിരുവചനം എന്നും നമ്മുടെ കയ്യിലുണ്ട്. ഈ വചനം വായിക്കണം. സത്യവചനത്തിന്റെ മുട്ടുമടക്കണം. മുട്ടുമടക്കിയിട്ട് പറയണം, കർത്താവേ എൻ്റെ കണ്ണുകളെ തുറപ്പിക്കണം. ഈ വചനം എന്തെന്ന് എന്നെ പഠിപ്പിക്കണം. ഈ യാഥാർത്ഥ്യം എന്തെന്ന് എന്നെ പഠിപ്പിക്കണം. ഈ സത്യം എന്തെന്ന് എന്നെ പഠിപ്പിക്കണം. ഈ സത്യത്താൽ എന്നെ സ്വാതന്ത്ര്യം വരുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വചനം നമുക്ക് തരും, വചനം വെളിപ്പെടുത്തും. ഇതിനകത്ത് നമ്മൾ വചനം കേട്ടാലും നമ്മൾ ദൈവം പറയുന്ന വചനമായിട്ട് വേദപുസ്തകത്തിലെ വചനം കേട്ടാൽ മാത്രമേ ഈ വചനം നമുക്ക് പ്രയോജനം ചെയ്യൂ. അല്ലെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമോ, നമ്മൾ എന്തോ ആണെന്നുള്ള ഭാവത്തിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, യോഹന്ന സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. മടക്കി വെച്ചോളണം, ആ വാക്യം മറക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതിക്കൊള്ളണം. ഇന്ന് നേരത്തെ ആരാധന കഴിയും. ആരാധന വീട്ടിൽ ചെന്ന ഉടനെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് നിങ്ങളും കഴിച്ച ശേഷം വേദപുസ്തകം തുറന്ന് യോഹന്നാൻ 6-ാം അധ്യായം വായിക്കണം. അതിനകത്ത് നിങ്ങൾ മറക്കാതെ ഇന്ന് വായിച്ചിട്ടേ ഉറങ്ങാവൂ. ആ യോഹന്നാൻ 6 വായിക്കുമ്പോൾ യേശു കർത്താവ് അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ യേശുവിന്റെ കൂടെ നടന്നു. യേശു അങ്ങോട്ട് 6-ാം അധ്യായം അവസാനത്തിലേക്ക് പോകുമ്പോൾ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്നുള്ള കട്ടിയായ വചനം പറയാൻ തുടങ്ങിയപ്പോൾ യേശുവിന്റെ കൂടെ വന്ന് എല്ലാവരും മാറി. ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ.
ദൈവത്തിന് സ്വത്രം. ബാക്കി എല്ലാവരും മാറി. കട്ടിയായ ഉപദേശം കേട്ടപ്പോൾ എല്ലാവരും മാറി. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ശിഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന് സ്വത്രം. ഞാൻ പറയട്ടെ സ്നേഹിതരെ, യേശുക്രിസ്തു കട്ടിയായി വചനം പറഞ്ഞപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ മാറി എന്ന് പറഞ്ഞ് വചനം ഒന്നും മാറിയിട്ടില്ല. ആരനുസരിച്ചാലും ആരനുസരിച്ചില്ലെങ്കിലും ഈ ബൈബിളിലെ ഒരു വാക്യത്തിനും മാറ്റമില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ ബൈബിളിലെ വചനത്തിന് എന്തില്ല? മാറ്റമില്ല. ദൈവത്തിന് സ്വത്രം. ഞങ്ങളുടെ ചർച്ചിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, സിസ്റ്റർ ശാലിനി ബി എന്ന് നിങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് ആ ചാനൽ കിട്ടും. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് ഞങ്ങൾ അതിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. ഇന്നലത്തെ മെസ്സേജ് കിട്ടിയിട്ടില്ല, അത് നിന്നേ ഇടുള്ളൂ. ദൈവത്തിന് സ്വത്രം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അത് തുറക്കണം, അത് ഓപ്പൺ ചെയ്യണം, ഓപ്പൺ ചെയ്ത് നോക്കണം. ഈ 2-3 ദിവസം പ്രസംഗിച്ച മെസ്സേജ് അത് വരും. അപ്പൊ നിങ്ങൾ നോക്കണം, വേദപുസ്തകം തുറന്നു വെച്ച് നോക്കണം. ഇതിനകത്ത് ഇല്ലാത്ത എന്തെങ്കിലും അതിനകത്ത് പറഞ്ഞെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിക്കണം. ഇതാണ് നിങ്ങളുടെ നമ്പർ. ഹല്ലേലൂയ. നിങ്ങൾ നോട്ട് ചെയ്ത് വിളിക്കണം. ദൈവത്തിന് സ്വത്രം. സിസ്റ്ററെ, ഇത് ബൈബിൾ ഇല്ലാത്തതാണല്ലോ എന്ന് നിങ്ങൾ വിളിച്ചു പറയണം. ഞാൻ പറയട്ടെ, യേശു എന്ന ഏക സത്യ ദൈവത്തിന്റെ തിരുവചനത്തിനകത്തുള്ള വേദപുസ്തകത്തിന്റെ പേര് സത്യവേദ പുസ്തകം. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ പേരെന്താ? സത്യവേദ പുസ്തകം. ഈ വേദപുസ്തകത്തിനകത്തുള്ള വചനം ഒരു വള്ളി തെറ്റിച്ചാൽ പ്രസംഗിക്കുന്ന ആളുടെ കാര്യം പോക്കാണ്. സ്വത്രം. ഒരു വള്ളി ചേർക്കാനോ ഒരു വള്ളി കുറയ്ക്കാനോ പാടില്ല. ദൈവത്തിന് സ്വത്രം. എന്നാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് പ്രസംഗിക്കാൻ പാടില്ല. ഒരാളുടെ ഇഷ്ടത്തിന് ഇത് പറയേണ്ടതല്ല. ഇത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് എഴുതപ്പെട്ടത് അതുപോലെ വിളിച്ച് പറയേണ്ടതാണ് തിരുവചനം. എത്രയൊക്കെ മനസ്സിലായി? കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലേ പറഞ്ഞേ? ഹല്ലേലൂയ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ വിളിച്ച് പറഞ്ഞ, വേറെ ഒന്നും ആഴം പറയണ്ട, ഇത് മാത്രം പറഞ്ഞാൽ മതി. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സത്യവേദ പുസ്തകം ധ്യാനിക്കണം, വായിക്കണം, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. ഈ ഒരു ആരാധനയോടെ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിനകത്ത് സ്വത്രം ഒരു വലിയൊരു മാറ്റം വരണം. പ്രാർത്ഥന കുറയരുത്. നിങ്ങൾ കർത്താവിന്റെ സന്നിധി ചോർന്ന് നിന്നുകൊള്ളും. തിരുവചനം കേട്ട് തിരുവചന പ്രകാരം ജീവിച്ച് നമുക്ക് ഇന്ന് എനിക്ക് ഒരുപാട് അറിയത്തില്ല സ്വത്രം. ഈ ദേശത്തിലുള്ളവരെ ആരെ അധികം എനിക്ക് അറിയത്തില്ല. പക്ഷേ സ്വത്രം, നിങ്ങൾ എന്നെ 3 ദിവസം കണ്ടതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കാം, പരിചയം ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അത്രയും പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും സ്വർഗത്തിൽ നമ്മളെല്ലാവരും കാണണം. എത്ര സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. അവിടെ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? ദൂതന്മാരെ പോലെ അവിടെ ചെന്ന് കാണണം. മുഖാമുഖം കാണുമ്പോൾ എനിക്ക് കാണുമ്പോൾ പറയണം, ഓ പാങ്കോട്ടുകുണത്തു നിന്നാണ്, ഇത്രയും പേര് ഈ പാങ്കോട്ടുകുണത്ത് ദേശത്തുള്ളവരാണ്. ഓ എന്തൊരു സന്തോഷം എന്നറിയാമോ അവിടെ. ഹല്ലേലൂയ. എത്ര ആനന്ദം എന്നറിയാമോ സ്നേഹിതരെ. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടുത്തെ വെട്ടിപ്പിടിയല്ല അവിടെ, ഇവിടുത്തെ കളികളായിട്ടല്ല അവിടെ. അയ്യോ കർത്താവ് ഇതിലെ കൂടെ കഷ്ടതയുടെ നടുവിലൂടെയൊക്കെ നമ്മളെ നടത്തിയത് വെറുതെ അല്ല, അത്രയ്ക്ക് വില പിടിപ്പുള്ളതാണ്. സ്വർഗം വന്ന് കാണുമ്പോഴാണ് മനസ്സിലാകുന്നതിന്റെ വില എന്തോന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. വചനം വചനമായി നിങ്ങൾ ഏറ്റെടുത്താൽ, ഞാനും നിങ്ങൾ വചനമായി ഏറ്റെടുത്താൽ, അത് ദൈവമായി ഏറ്റെടുത്താൽ, ഞാൻ പറയും ഈ വചനം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കും, നമ്മളെ രക്ഷിക്കും. വായിച്ചേ 1 തെസ്സലോനിക്കർ 2:13 വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 10:33. എല്ലാവരും വേദപുസ്തകം തുറന്നേ വായിച്ചേക്കാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. ഈ വചനം ഏതായിട്ട് കൈക്കൊള്ളണം? കേൾക്കുമ്പോൾ ഇത് വായിച്ച് കേൾപ്പിക്കുന്ന വചനം ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം എല്ലാവർക്കും ഉള്ളതാണ്. യേശുക്രിസ്തു ഒരാളിന് വേണ്ടി മാത്രമുള്ളതല്ല, മുഴു ലോകത്തിന്റെ പാപത്തിനും വേണ്ടിയാണ് യേശു മരിച്ചത്. അപ്പോ ഇത് പള്ളിക്കാർക്ക് വേണ്ടി മാത്രമുള്ള യേശു അല്ല, മുഴു ലോകത്തിനും വേണ്ടി ഉള്ളത്. കർത്താവായ യേശുക്രിസ്തു മരിച്ചത് പള്ളിക്കാർക്ക് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിന്. ആരെല്ലാം യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ടി ആര് മരിച്ചു? യേശു മരിച്ചു. അങ്ങനെങ്കിൽ ഈ വചനം വിശ്വസിക്കുന്നവർ ആ വചനത്തിന്റെ മുൻപിൽ വീഴുകയും മുട്ടുമടക്കുകയും വേണം. ദൈവത്തിന്റെ വചനമായി സ്വീകരിക്കണം. അപ്പോൾ ദൈവവചനമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളും വിടുതലുകളും നമ്മുടെ ജീവിതത്തിനകത്തും കുടുംബത്തിനകത്തും വരും. അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം വായിച്ചേ. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ദൈവത്തിന്റെ മുമ്പാകെയാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. ഞാൻ ഇരിക്കുന്നത്, വചനം കേൾക്കാൻ വന്നിരിക്കുന്നത്, ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ മുമ്പിലാണ്. ഈ ദേശത്തിൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഭവനങ്ങൾ, ദേശങ്ങൾ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനമാണെന്നും ഇരിക്കുന്ന ദൈവത്തിന്റെ മുൻപിലാണെന്നും ഉള്ള ഒരു ബോധം നമുക്ക് വേണം. മനുഷ്യന്റെ വചനമല്ല ഇത് ദൈവത്തിന്റെ വചനമത്രേ. ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായം 6, 7, 10 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായം 6, 7, 10 വാക്യം വായിച്ചേ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മാറിയത്
കണ്ടോ, വേറൊരു സുവിശേഷം, സത്യസുവിശേഷത്തിന് വിരുദ്ധമായി വേറെ ഈ സുവിശേഷങ്ങളുണ്ട്. മാറിപ്പോകരുത്, വചനം വിട്ട് തെറ്റരുത്, ഈ ബൈബിളിന്റെ വചനം വിട്ട് തെറ്റരുത്, തെറ്റിപ്പോകരുത്. അടുത്ത വരി മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു, അത് വേറൊരു സുവിശേഷം എന്നല്ല, വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചുകളാൻ ഇച്ഛിക്കുന്നു. മറച്ചിടുന്ന സുവിശേഷം അത് നമുക്ക് പാടില്ല. നമുക്ക് വേദപുസ്തകമുണ്ട്. വേദപുസ്തകം നോക്കുമ്പോൾ അതിനകത്ത് സത്യം എന്താണ്, ശരിയല്ലാത്ത എന്താണ്, തെറ്റെന്താണെന്ന് വ്യക്തമായിട്ട് ഉണ്ട്. അടുത്ത വരി വായിച്ചേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ച അവൻ ശപിക്കപ്പെട്ടവനാണ്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. എല്ലാവരും വേദപുസ്തകം തുറക്കണം. 3:6 വായിക്കുമ്പോൾ വായിച്ച 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം വായിച്ചേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം എന്ത് ചെയ്യും? കൊല്ലും. പഠിച്ച് കുറെ പുസ്തകങ്ങൾ വായിച്ച് പുസ്തകത്തിലുള്ള അറിവല്ല ബൈബിൾ വാക്യം എന്ന് പറഞ്ഞാൽ. ബൈബിൾ വേദപുസ്തകത്തിനകത്തുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ വേദപുസ്തകത്തിലെ വചനം വേണം നമ്മൾ വിശ്വസിക്കാം. ഗലാത്യർ 3-ാം അധ്യായം വായിക്കുമ്പോൾ 1 മുതൽ വായിക്കുമ്പോൾ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനാക്കി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാ. ഹല്ലേലൂയ. യേശു കർത്താവാണ്, ദൈവം നമുക്കറിയാം. ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും ദൈവത്തിന്റെ ഹിതത്തിനപ്പുറമുള്ള ഈ വേദപുസ്തകത്തിന് വെളിയിലുള്ള ഒന്നും നമ്മൾ വിശ്വസിക്കല്ലേ. വേദപുസ്തകം ദൈവത്തിന്റെ സത്യവേദ പുസ്തകം അത്രേ. അതുകൊണ്ട് റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 17-18 വാക്യം വായിച്ച്. റോമർ 16-17-18 വാക്യം വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി നിങ്ങൾ പഠിച്ച ഈ വേദപുസ്തകത്തിലൂടെ നിങ്ങൾ വേദപുസ്തകത്തിനപ്പുറത്ത് ഒന്നും എടുക്കരുത്. ഒരാൾ എഴുതിയ പുസ്തകം ഒരിക്കലും വേദപുസ്തകം ആകത്തില്ല. അത് കർത്താവായ യേശുവിന്റെ ബൈബിളിനകത്തുള്ളത് നമുക്ക് വിശ്വസിക്കാം. സ്തോത്രം. വ്യാഖ്യാനിക്കുമ്പോൾ സത്യമാണെന്ന് നമുക്കറിയത്തില്ല. ഈ വേദപുസ്തകത്തിനകത്തുള്ളത് മാത്രമേ വിശ്വസിക്കാവൂ. അടുത്തവർ വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ. ദ്വന്ദ്വപക്ഷം, വേദപുസ്തക സത്യവചനം പറയുമ്പോൾ എന്ത് വരും? വ്യത്യസ്തമായ പക്ഷം വരും, ദ്വന്ദ്വപക്ഷം വരും, ഇടർച്ചകൾ വരും, തർക്കങ്ങൾ വരും, വാദങ്ങൾ വരും. പക്ഷെ നമ്മൾ എന്ത് നോക്കത്തില്ല? വേദപുസ്തകം. പക്ഷെ മനുഷ്യരെ നോക്കും നമ്മൾ. നമുക്ക് ആരെയാണ് നോക്കേണ്ടത്? മനുഷ്യരെയാണ് നോക്കേണ്ടത്? ദൈവത്തെയാണോ? പറഞ്ഞേ. മനുഷ്യരെയാണോ നോക്കേണ്ടത്? ദൈവത്തെയാണ് നോക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ നോക്കി ദൈവവചനം പറഞ്ഞതുകൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് ഒരുപാട് പീഡ വന്നത്. അവർ സത്യത്തിന് വേണ്ടി നിന്നു. സത്യം പറയുന്നവരിപ്പോൾ ആർക്കും ഇഷ്ടമല്ല. ഒരു കെട്ടുകഥ. ഇപ്പോ ദാവീദിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആനന്ദമാണ്. മോശയെ കുറിച്ച് പറഞ്ഞ ഭയങ്കര ആനന്ദമാണ്. ഞാൻ പ്രസംഗിക്കുന്നതാണ് ഇതെല്ലാം. നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യുകയാണ്, എല്ലാ വിഷയവും പ്രസംഗിക്കും. അവരെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊരു ആനന്ദമാണ്. പക്ഷെ യേശുവിന്റെ സത്യവചനവും ക്രൂശീകരണവും വന്നത് എന്തിനെന്നും നമ്മളെ രക്ഷിക്കാൻ വന്നുവെന്നും നമുക്ക് തരുന്ന ഉപദേശങ്ങൾ പറയുമ്പോൾ അനേകർക്ക് അതിന് വേദനയായിട്ട് മാറും. പാടില്ല. അല്ലെ, സ്വർഗത്തിൽ എത്തുമ്പോഴാണ് ഈ വചനം, അവിടെ വെച്ച് ന്യായം വിധിക്കുമ്പോഴാണ് മനസ്സിലാകുന്ന, കർത്താവേ, ഞാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ വചനം അംഗീകരിക്കേണ്ടവണ്ട് അംഗീകരിച്ചില്ലല്ലോ എന്ന് അവിടെ ചെന്ന് കരയുന്നതിനേക്കാളും നല്ലത് ഇവിടെ വെച്ച് മുട്ടുമടക്കുന്നതാണ്. അപ്പൊ ആ വചനം നമ്മൾ എന്ത് ചെയ്യും? രക്ഷിക്കും. അടുത്ത വാക്യം വായിച്ചേ. ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. കണ്ടോ, ഇടർച്ച ഉണ്ടാക്കുന്ന ആൾക്കാരെ സൂക്ഷിച്ചോളണം. സത്യവചനം പറയുമ്പോൾ ഇടർച്ച ഉണ്ടാക്കുന്നവർ എന്ത് ചെയ്യണം? സൂക്ഷിച്ചോളണം. ആ സത്യവചനത്തിന് വിരുദ്ധമായി ദൈവത്തെക്കാൾ അധികം ആരെ സ്നേഹിക്കുകയാണ്? മനുഷ്യനാണ് സ്നേഹിക്കുന്നത്, ദൈവത്തെ അല്ല സ്നേഹിതരെ, മനുഷ്യനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോ യേശുക്രിസ്തു നോക്കിയപ്പോ പിതാവ് പറഞ്ഞത് അതുപോലെ ചെയ്യാൻ യേശുവിനെ സമ്മതിച്ചില്ല. പക്ഷെ യേശു അതേ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് യേശുവിനെ തലകീഴായി താഴെ തള്ളിയിടാൻ കൊണ്ടുപോയി. എന്നിട്ടും യേശു എന്ത് ചെയ്തില്ല? ഒന്നും അനങ്ങിയില്ല. പത്രോസ് അപ്പോസ്തലനെ അടിച്ചു തള്ളി മുറിവ് എന്തിനാ? സത്യസുവിശേഷം പറഞ്ഞോണ്ടാ. കാരാഗ്രഹത്തിനകത്ത് ഇട്ട എന്താ? വെളിച്ചപ്പാടത്തിന്റെ ഭൂതത്തെ ശാസിച്ചോണ്ടാ. സത്യ തിരുവചനം വെളിപ്പെടുത്തുമ്പോൾ അവരെ ഉപദ്രവം കിട്ടും. സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടുത്തവർ വായിച്ചേ. സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ ഈ ഭിന്നത എതിർപ്പും പറയുന്നവരെ തിരുവചനം കേൾക്കുമ്പോൾ അതിനെതിരെ എതിർപ്പ് പറയുന്നവരെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം. സൂക്ഷിച്ചു പോയി തിരുവചനം, നമ്മൾ തിരുവചനത്തിൽ പിടിച്ചു നിൽക്കണം, വേറെ ഒന്നിലും പോകരുത്. അടുത്തവര്. അവരോട് അകന്നു മാറുവേൻ. അകന്നു മാറിക്കൊള്ളണം. ആ വാക്ക് പറയാൻ, നെഗറ്റീവ് വാക്ക് ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ആര് പറഞ്ഞാലും എന്ത് ചെയ്യണം? അകന്ന്. അത് അവിടെ നിൽക്കരുത്. ദാവീദ് സ്തോത്രം കർത്താവ് പറഞ്ഞയച്ചു ഗോലിയത്തിനെ തകർക്കാൻ. ദൈവശക്തി കൊടുത്ത് അയച്ചു. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും അവനെ എതിർത്തപ്പോൾ അവൻ നെഗറ്റീവ് വാക്ക് അവൻ ചെവിക്കൊണ്ടില്ല. അവൻ ഗോലിയത്തിനെ തകർത്തു. ആമേ. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കൾക്കും നെഗറ്റീവ് വാക്കുകൾ കേൾക്കുമ്പോൾ ബൈബിളിലുണ്ടോ? വിശ്വസിച്ചോ. അതിലപ്പുറമുള്ള ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഈ വചനം നിങ്ങൾ മറക്കരുത്. എല്ലാം മറന്നോ. പക്ഷെ ഈ തിരുവചനം എന്തേല് മറക്കരുത്. ഈ തിരുവചനം മറക്കല്ലേ. ഹല്ലേലൂയ. അടുത്ത വരി വായിച്ചേ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്ര സേവിക്കുകയും. കണ്ടോ, അങ്ങനെയുള്ളവർ കർത്താവായ യേശുവിനെ അല്ല സ്നേഹിക്കുന്നത്,
വയറ്റിനെയാണ്. വീണ്ടും വായിക്കുമ്പോൾ 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യം വായിക്കുമ്പോൾ വായിച്ച് 2 തിമോത്തിയോസ് എല്ലാവരും വേദപുസ്തകം നോക്കണം, ബൈബിളിൽ ഇതുണ്ടോ എന്ന് വ്യക്തമായിട്ട് നോക്കണം. വായിച്ചേ 2 തിമോത്തിയോസ് 4-3-4 വാക്യം. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ്. കണ്ടോ, കർണരസമാകുമാറുള്ള പ്രസംഗം കേട്ട് നമ്മൾ ചിരിക്കും, ആനന്ദിക്കും. ചാമ്പല് വെള്ളം വീണാൽ തിരിച്ചു പോകുമ്പോൾ ഒന്നും കാണില്ല, നമ്മൾ അപ്പുറത്തേക്ക് ചിരിച്ച ഒന്നിരുന്നുവല്ലേ പ്രസംഗം എന്നൊക്കെ നമ്മൾ അങ്ങ് ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു രൂപാന്തരവും വരികയില്ല. ദൈവത്തിന് സ്തോത്രം. കർണരസമാകുമാറുള്ള പ്രസംഗം സ്നേഹിതരെ, അത് നമ്മളെ കർത്താവിന്റെ തിരുവചനമാണ്. അത് സ്തോത്രം കരയിപ്പിക്കും. യേശുവിനെ കണ്ടാൽ നമ്മൾ കരയും. ഇന്നലെ കേട്ട പ്രസംഗം എന്താ? യേശുവിനെ യഥാർത്ഥമായിട്ട് കണ്ടാൽ ആർക്കും ഇരിക്കാൻ പാടില്ല, കരയോരും. എന്ത് ഓർത്ത് കരയും? ഞാൻ പാവിയാണല്ലോ അപ്പ, അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ ഒരു യോഗ്യതയില്ലല്ലോ അപ്പ, എൻ്റെ കണ്ണ് അത്രത്തോളം അപ്പ അങ്ങേ കാണാനുള്ള ശേഷിയുള്ള കണ്ണല്ലല്ലോ, പാപം നിറഞ്ഞ കണ്ണാണല്ലോ എന്ന് തോന്നും. സത്യം അതാണ്. ദൈവത്തിന്റെ സ്തോത്രം. കാരണം യേശു മാത്രം വിശുദ്ധൻ, യേശു മാത്രം വാക്കുമാറാത്തവൻ, യേശു മാത്രം തത്വത്തിൽ മുദ്രയായവൻ, ഇരുന്നവൻ ഇരിക്കുന്നവൻ വരുന്നവൻ ആരംഭം അവസാനവും വെണ്മയും ചുവപ്പുള്ളവൻ. അടുത്ത വാക്യം വായിച്ചേ. കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം. സ്വന്തം മോഹം. ഇപ്പൊ ആൾക്കാരുടെ മുഖം നോക്കി പ്രസംഗിക്കുന്നുണ്ട്. അവര് എല്ലാവരുടെ മുഖം നോക്കി എങ്ങനെയുണ്ട്, കൊള്ളാമോ, അവരെ ചിരിപ്പിക്കാൻ എങ്ങനെ പറ്റും, അവരെ കയ്യിലെടുക്കാൻ എങ്ങനെ പറ്റും, അവരെ കുടുംബത്തെ ഒന്ന് കയ്യിലെടുക്കാൻ എങ്ങനെ പറ്റും, അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല. പിന്നെ തിരുവചനം മാത്രമേ ബൈബിളിലുള്ളതേ പറയാവൂ. ഹല്ലേലൂയ. ആര് കയ്യിലെടുത്താലും എടുത്തില്ലെങ്കിലും, ആര് നിന്നാലും നിന്നില്ലെങ്കിലും, കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ നീ ഇങ്ങനെ പ്രസംഗിച്ചാൽ ഒറ്റയാണ് നിന്റെ പ്രസംഗം കേൾക്കാൻ കാണത്തില്ല. യേശുപ്പച്ചൻ പറഞ്ഞു, ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? പോകാൻ പറഞ്ഞു. പോണെങ്കിൽ വെക്കോ. സ്തോത്രം. കർത്താവ് പറഞ്ഞ എങ്ങനെയാ പോകണമെങ്കിൽ വെക്കോ. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ കയ്യിൽ ഉണ്ട്, അത് കളഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ പോകും? നിത്യജീവ മൊഴികൾ അങ്ങിലുണ്ട്, അത് വിട്ട് ഞങ്ങൾ എങ്ങനെ എവിടെ പോകും? അങ്ങേ വിട്ട് ഞങ്ങൾക്ക് ഒരിടം പോകാൻ ഇല്ലപ്പാ. നിത്യജീവന്റെ മൊഴിയുണ്ട്. ശിഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്നേഹിതരെ, ബാക്കി എല്ലാവരും വിട്ടുപോയി. പക്ഷെ എന്നിട്ടും യേശു മാറ്റി പ്രസംഗിച്ചില്ല, സത്യം തന്നെ പറഞ്ഞോളൂ. ഹല്ലേലൂയ. കാരണം എന്താ? സത്യത്തിനെ സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റും. നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന സത്യവചനത്തിനെ പറ്റും. കാരണം നടിച്ചേ മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്ന് എന്നെ നീ വീണ്ടെടുത്തതിനാൽ. ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചേ. അടുത്ത വാക്യം. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ. കേട്ടോ, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ. കെട്ടുകഥ, വേറെ ആവശ്യമില്ലാത്ത കഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. അങ്ങനെയുള്ള കാലമാണ് ഈ കാലം. കെട്ടുകഥ കേൾക്കുമ്പോ സന്തോഷം, പ്രസംഗം നന്നായിരുന്നു, കൊള്ളാം. ജീവിതത്തിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നു നട്ടാൽ ഇല്ല. ദൈവത്തിന് സ്തോത്രം. കർണരസമാകുമാറും ഉള്ള പ്രസംഗമല്ല സ്നേഹിതരെ, നമ്മെ തകർത്ത് നമ്മെ പൊടിച്ച് ക്രിസ്തുവിൻ്റെതാക്കി മാറ്റണം. ക്രിസ്തുവിൻ്റെ ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഗലാത്യർ 2:20. ഇനി ജീവിക്കുന്നത് ഞാനല്ല, യേശു അത്ര ജീവിക്കുന്നത്. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നത്, സ്തോത്രം, യേശുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഒരുവൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കെ ഞങ്ങൾ എല്ലാവരും അവനോട് കൂടെ ചേർന്ന് മരിച്ചു എന്ന്. ഹല്ലേലൂയ. ഗലാത്യർ 4:16 വായിക്കുമ്പോൾ, ഗലാത്യർ 4-ാം അധ്യായം 16-ാം വാക്യം വായിച്ചേ. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? സത്യവചനം മാത്രം വിളിച്ചു പറയുകൊണ്ട് അപ്പോസ്തലൻ ചോദിക്കുകയാണ് ഗലാത്യ സഭയോട്, ഗലാത്യ സഭയെ, ഞാൻ സത്യവചനം നിങ്ങളോട് സംസാരിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് ഞാൻ ശത്രുവായി പോയോ? ഇന്ന് സത്യം പറയുമ്പോൾ ചിലർക്കെല്ലാം വേദന വരും. അവർ പറയും, ഓ ഇന്നത്തെ പ്രസംഗം ശരിയല്ലായിരുന്നു, അതൊന്നും ശരിയല്ല. അവരെ മതത്തിൽ ചേർക്കാൻ മതമൊന്നുമില്ല. യേശു മാത്രം കർത്താവ്. ഓ സ്തോത്രം, യേശു മാത്രം കർത്താവ്. യേശു എല്ലാവരും സ്നേഹിക്കുന്നു. യേശു ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും യേശുവിനെ പോലെ ആകണമെന്നാണ്. യേശു ആഗ്രഹിക്കുന്ന കർത്താവ്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. യേശു പറഞ്ഞു, ഞാൻ സൽഗുണപൂർണ്ണനാകയാൽ നിങ്ങളും സൽഗുണപൂർണ്ണരാകുകയും. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, മക്കളെ, ഞാൻ പൂർണ്ണതയുള്ള ദൈവമാണ്. അതുപോലെ നീ എൻ്റെ വചനത്തെ നോക്കി, ഞാൻ തന്ന വചനങ്ങൾ നീ പാലിച്ച് വചനപ്രകാരം ജീവിര്. അതിന് നിന്നെ കൊണ്ട് പറ്റത്തില്ല. നീ എന്നിൽ തന്നെ ഏൽപ്പിച്ച് തന്നെത്താൻ ത്യജിച്ച് നാം തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ആ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട ഒരു അനുഭവത്തിൽ നീ നടന്നാൽ നിന്റെ ജീവിതത്തിനകത്ത് ചെയ്യേണ്ടതല്ല യേശു ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആരും ചിന്തിക്കരുത്. ഞാൻ ഇത്രയും പറയാൻ കാരണം ഇനി അങ്ങോട്ടുള്ള വചനം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ആരും ചിന്തിക്കരുത് മറ്റെന്തോ ഒരു അല്ല. ദൈവത്തെ മാത്രം നമുക്ക് പ്രസാദിപ്പിക്കാം. ഇന്ന് അനേകർ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ 24-ാമത്തെ 27-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കണം. ആരെ പ്രസാദിപ്പിക്കണം?
ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും പ്രസംഗിക്കുന്നവരായി മാറട്ടെ, ഓരോരുത്തരും കർത്താവിനെ ഉയർത്തുന്നവരായി മാറട്ടെ. ഓരോരുത്തരും നിങ്ങൾ അറിഞ്ഞ സത്യത്തെ നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ മക്കൾക്കും, നിങ്ങളുടെ ദേശത്തും, നിങ്ങളുടെ ബന്ധുക്കളോടും പറയണം. ആരൊക്കെ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് നോക്കണം, തിരുവചനം എന്ത് പറയുന്നു. കർത്താവ് ഇതിനകത്ത് ഓരോരുത്തരും കാണുകയാണ്. എന്തിനു വേണ്ടി? വെറുതെ ഇരിക്കാൻ മാത്രമല്ല, കേൾക്കാൻ മാത്രമല്ല, ഈ കേട്ട തിരുവചനം ബൈബിളിൽ ഉണ്ടോ എന്ന് നോക്കി ആ വചനത്തെ എല്ലാവരോടും വിളിച്ചു പറയണം. യേശു ജീവിക്കുന്നെന്ന് പറയണം. യേശു സ്തോത്രം മടങ്ങി വരാൻ സമയമായെന്ന് പറയണം. യേശു എന്തിനു വന്നു എന്ന് പറയണം. യേശു എന്തിന് ദൈവം മനുഷ്യനായി വന്നു എന്ന് പറയണം. സ്തോത്രം. യഹൂദന്മാരെ മിണ്ടാതാക്കിയെന്ന അപ്പോസ്തലനാകുന്ന പൗലോസ് യേശു തന്നെ ക്രിസ്തു എന്ന് പറഞ്ഞ് യഹൂദന്മാരെ മിണ്ടാതാക്കി. കണ്ടോ? ആമേൻ. ദൈവത്തിന് എതിരായി നിൽക്കുന്ന വ്യക്തികളുണ്ട്, അവർക്ക് അറിയത്തില്ല സത്യം എന്താണെന്ന്. അവരോട് സത്യ തിരുവചനം വിളിച്ചു പറയാം. ദൈവം എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അത് നിങ്ങൾ മറക്കല്ലേ. ദൈവം തന്നത് ആ കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അപ്പൊ അവർ യേശുവിനെ കണ്ടുമുട്ടാൻ ഇടയായി തരും. എന്നാൽ ചില ആൾക്കാർ മനുഷ്യനെ പ്രീതിപ്പെടുത്തും. അവരെന്ത് പറയും? ഇനിയിപ്പോ എന്നെ എന്ത് പറയും? വായിച്ചേ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 24-ാം അധ്യായം 27-ാം വാക്യം വായിച്ചേ. 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫേലിക്സിന് പിൻവഴിയായി പോർക്കിസ് ഫെസ്തോസ് വന്നപ്പോൾ ഫേലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണം എന്ന് വെച്ച്, കേട്ടോ, പ്രീതി സമ്പാദിക്കണം എന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ചു പോയി. പൗലോസിനെ അവിടെ വിട്ടിട്ടങ്ങ് പോയി, പ്രീതിക്ക് വേണ്ടി. കണ്ടോ? ഒരുത്തനെ അവിടെ വിട്ടിട്ടങ്ങ് പോയി. നിങ്ങൾ ആ ഭാഗം വായിക്കും മനസ്സിലാവും. പ്രീതി, മനുഷ്യന്റെ പ്രീതി. എനിക്ക് പ്രീതി കിട്ടണം. പേര്, നമുക്ക് പേരല്ല നമ്മൾ നോക്കേണ്ടത്. തിരുവചനത്തിൽ ദൈവം എന്ത് പറയുന്നു? മനുഷ്യൻ എന്നെ പ്രീതിപ്പെടുത്തുമോ? അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിന് എന്നെ ഇഷ്ടപ്പെടുമോ? ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണോ? ദൈവത്തിന് എന്നെ ഇഷ്ടപ്പെടുമോ? ഇത് മാത്രമേ നമ്മൾ നോക്കാവൂ. അയൽവക്കക്കാർക്ക് ഇഷ്ടപ്പെടുമോ? എൻ്റെ ബന്ധുക്കൾക്ക് അത് ഇഷ്ടപ്പെടുമോ? അതല്ല ഞാൻ നോക്കേണ്ടത്. ഞാൻ നോക്കേണ്ടത് എന്നെ നിർമ്മിച്ച, എന്നെ ഉരുവാക്കിയ എൻ്റെ ദൈവത്തിന് ഞാൻ ആരാധിക്കുന്ന ആരാധന, എൻ്റെ പ്രാർത്ഥന ഇഷ്ടമാകുമോ? മർക്കോസ് 15:15 വായിക്കുമ്പോൾ വായിച്ചേ. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോഴും അപ്പോസ്തല പ്രവൃത്തി 25:9 വായിക്കുമ്പോഴും വായിച്ചേ. പീലാത്തോസ് പുരുഷാരത്തിനെ തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ചു. കേട്ടോ, പീലാത്തോസിന്റെ തൃപ്തി ദൈവത്തെ തൃപ്തി വരുത്താനല്ല, പിന്നെ മറ്റുള്ളവരെ തൃപ്തി വരുത്താൻ വേണ്ടിയാണ്. നമ്മുടെ ആഗ്രഹം അതല്ല. ആരെ തൃപ്തി വരുത്തണം? യേശുവിനെ. ഹല്ലേലൂയ. ദൈവഹിതം എന്തെന്ന് അറിയണം. ഒന്നുകൂടെ വായിച്ചാ വരി. പീലാത്തോസ് പുരുഷാരത്തെ തൃപ്തി വരുത്തുവാൻ, കേട്ടോ, പുരുഷാരത്തെ തൃപ്തി വരുത്തുവാൻ, ദൈവത്തെ അല്ല. അടുത്ത് ഇച്ഛിച്ച് ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. എന്തുകൊണ്ടാണ് ബറബ്ബാസിനെ വിട്ടുകൊടുത്തേ? യേശുവിനെ ക്രൂശിക്കാൻ പറഞ്ഞപ്പോ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടിട്ട് ബറബ്ബാസിനെ വിട്ടുകൊടുത്തെന്താ? തൃപ്തിപ്പെടുത്തിയത് മനുഷ്യനെ. ഇനി അപ്പോസ്തല പ്രവൃത്തി 25:9 വായിച്ചേ. എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ, കണ്ടോ, ഫെസ്തോസിനെ ഒറ്റ ചിന്ത, യഹൂദന്മാരെ പ്രീതിപ്പെടുത്തണം. ആരെ പ്രീതിപ്പെടുത്തണം? യഹൂദന്മാരെ. ഗലാത്യർ 1:10 വായിക്കുമ്പോൾ വായിച്ചേ. ഗലാത്യർ 1:10. ഗലാത്യർക്ക് ലേഖനം 1-10 വാക്യം. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ, കണ്ടോ, അപ്പോസ്തലൻ ചോദിക്കുകയാണ്, മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കണം. നമ്മൾ ആരെയാ സന്തോഷിപ്പിക്കേണ്ടത്? എത്ര പേർക്ക് ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മൾ ആരെ സന്തോഷിപ്പിക്കണം? ദൈവത്തെ. ദൈവം പറയുന്നതാണ് അനുസരിക്കേണ്ടത്. ആര് പറയുന്നതാണ് അനുസരിക്കേണ്ടത്? ദൈവം പറയുന്നത്. ആര് പറയുന്നത്? ദൈവം. നമ്മളോട് യേശു പറയുന്നത് വേണം നമ്മൾ അനുസരിക്കുക. മനുഷ്യൻ എന്ത് പറയുന്നല്ല, അവർ വളച്ചോടിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതൊന്നും നോക്കല്ലേ, നമ്മൾ ബൈബിളിലുണ്ടോ എന്നാൽ നമ്മൾ വിശ്വസിച്ചോളണം. ഒന്നുകൂടെ വായിച്ച അവര്. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. കണ്ടോ, ക്രിസ്തുവിന്റെ. കണ്ടോ, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ഒരാളിന് ഒരിക്കലും ദൈവത്തിന്റെ ദാസിയാകാൻ പറ്റത്തില്ല. കർത്താവിന്റെ ഒരു പൈതലാണെങ്കിൽ ആരെ പ്രസാദിപ്പിക്കും? കർത്താവിനെ പ്രസാദിപ്പിക്കും. അത് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം വരണം. നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു വ്യത്യാസം വരണം. പരിശുദ്ധന്മാവ് വചനങ്ങളെല്ലാം ഓരോന്ന് തരട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, ഒന്നാമത്തെ ദിവസം നമ്മൾ ശ്രദ്ധിച്ചു യേശു ആര്. ഒന്നാമത്തെ ദിവസം എന്താ ശ്രദ്ധിച്ചേ? യേശു കർത്താവ് ആര് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു. രണ്ടാമത്തെ ദിവസം ശ്രദ്ധിച്ചു, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്താ ശ്രദ്ധിച്ചേ? യേശുവിന്റെ വരവിൽ നമ്മൾ കയറി പോകുമോ? ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം വേറെ ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ വരവ് താമസിച്ചാലും ജനിച്ചിട്ടുണ്ടോ? ഒരു മരണമുണ്ട്. മരിച്ച ശേഷം മനുഷ്യൻ പിന്നെ എവിടെ? സ്തോത്രം. അനേകർ ചിന്തിക്കുന്ന വിഷയമുണ്ട്. മരണത്തോടെല്ലാം തീരുമോ? മരണത്തോടെല്ലാം അവസാനിക്കുമോ? പിന്നെ ഒന്നും അറിയണ്ടല്ലോ. അതിനുശേഷം എന്ത് നടക്കുന്നു? വേദപുസ്തകം എന്ത് പറയുന്നു? എങ്ങനെ? വേദപുസ്തകം
എന്തു പറയുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് ആ വചനം ശ്രദ്ധിച്ചു കേട്ട ഇയ്യോബിന്റെ പുസ്തകം എല്ലാവരും തുറന്നേ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം വായിച്ചേ. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, പകൽ വെളിച്ചം സത്യമെങ്കിൽ, രാത്രി വെളിച്ചം സത്യമെങ്കിൽ, ജനിച്ചാൽ ഒരു മരണം സത്യമെങ്കിൽ, ഞാൻ പറയാം, ഒരു സ്വർഗം സത്യമാണ്, ഒരു നരകം സത്യമാണ്. പകൽ സത്യമെങ്കിൽ, രാത്രി സത്യമെങ്കിൽ, ജനിച്ചാൽ ഒരു മരണമുണ്ടെന്നുള്ളത് സത്യമെങ്കിൽ, ഈ ഭൂമിയിൽ ജനിച്ചവരെല്ലാവരും മരിക്കുന്നവരാണ്. സ്വത്ര എന്നാൽ ഉയർത്ത ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു അല്ലാതെ ആരും, യേശു ഉയർപ്പിച്ച ഒരുപാട് പേരുണ്ട്. ലാസറിനെ ഉയർപ്പിച്ചു, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു. പിന്നെ സ്വത്രം നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകൻ മഞ്ചത്തിലാക്കി ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ ആ അമ്മയുടെ നിലവിളി കേട്ട് മഞ്ചം തൊട്ടു. യേശു മരിച്ച കുഞ്ഞിനെ ബാല്യക്കാരാ എഴുന്നേൽക്കാന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു. അവരെല്ലാവരും ഉയർപ്പിച്ചു. പക്ഷെ അവർ വീണ്ടും മരിച്ചു. ഒരുപാട് രോഗികളെ സൗഖ്യമാക്കി, അവർ മരിച്ചുപോയി. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയാം, മരണത്തെ വിട്ട് ഇന്നും ജീവിക്കുന്ന ഒരാളെ ഉള്ളൂ, യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധന ചെയ്യീരോ. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധന ചെയ്യീരോ. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധന ചെയ്യീരോ. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധന ചെയ്യീരോ. ഹല്ലേലൂയ, ഹോസന്ന. എല്ലാവരും പഠിക്കേ. ഹല്ലേലൂയ, ഹോസന്ന. 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 ഹല്ലേലൂയ. മരണത്തെ ജയിച്ച ഒരാളെ ഉള്ളൂ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് പത്മോസിൽ യോഹന്നാൻ കിടക്കുകയാണ്. ഓ കർത്താവായ യേശുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ അപ്പോസ്തലന് മരിച്ചവനെ പോലെ വീണു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17 വാക്യം വായിക്കുമ്പോൾ, 16-17 വാക്യം വായിക്കുമ്പോൾ, ഞാൻ മരിച്ചവനെ പോലെ അവനെ കണ്ടിട്ട്, യേശുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടപ്പോൾ, പത്മോസിനകത്ത് കണ്ടപ്പോൾ, മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവന്റെ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ അന്ത്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. മരണത്തിന്റെ താക്കോൽ കൈവശമുള്ളത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ കൈകളാണ്. പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ളത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ കയ്യിലാണ്. ഇന്ന് രാത്രി സഹോദര സഹോദരി, ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ ഒന്നുകൂടെ. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകും. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഇവിടെ ജനിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ നിന്ന് പോയേ തീരൂ. ഏത് വലിയവനും ഏത് ചെറിയവനും ഏത് ആണെന്നില്ല പെണ്ണെന്നില്ല, ജനിച്ചിട്ടുണ്ടോ സകലരും ഒരു ദിവസം ഈ മരണത്തിന് കീഴടങ്ങിയേ തീരൂ. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനെ ആരാധിക്കുന്ന പൈതലിന് പ്രത്യാശയുണ്ട്. കർത്താവിനെ ആരാധിക്കുന്ന പൈതലിന് പ്രത്യാശ ശ്രദ്ധിക്കുന്നുണ്ടോ? കർത്താവിനെ ആരാധിക്കുന്ന പൈതലിന് ഒരു ഉറപ്പുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. കർത്താവിന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറി. സങ്കീർത്തനം 116-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വായിച്ചേ. സങ്കീർത്തന പുസ്തകം 116-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ശ്രദ്ധിച്ച് കേൾക്കണമേ, യഹോവയ്ക്ക് വിലയേറിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ കർത്താവിനെ ആരാധിച്ച് കർത്താവിനോട് കൂടെ ജീവിച്ചാൽ, ജനിച്ചിട്ടുണ്ടോ ഒരു മരണം സകല മനുഷ്യർക്കുമുണ്ട്. എന്നാൽ ആ മരണ സമയമാകുമ്പോൾ നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല. ഇവിടെ കണ്ണടച്ച് കണ്ണ് തുറക്കുമ്പോൾ എവിടെ എത്തും? സ്വർഗത്തിലെത്തും. ഇവിടെ ഏതൊരു മനുഷ്യനും കണ്ണ് അടച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് കണ്ണ് തുറന്നേ
തീരൂ. രണ്ട് സ്ഥലമുണ്ട്. ഒന്ന്, യേശുവിനെ ആരാധിക്കുന്ന മക്കൾക്ക് കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത, പ്രതികൂലമില്ലാത്ത, കുഞ്ഞാട് വിളക്കായിരിക്കുന്ന, ദൈവം തന്നെ കൂടെ ഇരിക്കുന്ന പറുദീസ എന്ന സ്ഥലമുണ്ട്. ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ യേശുവിനെ ആരാധിച്ച് യേശുവിന്റെ വചനത്തിൽ ജീവിക്കുന്ന ഒരു പൈതലിന് ഒരു പ്രത്യാശയുണ്ട്, ഒരുറപ്പുണ്ട്. സ്വത്രം. അവർ നേരെ ഇവിടെ കണ്ണടച്ചേ തീരൂ. പക്ഷെ കണ്ണടയ്ക്കുമ്പോൾ എവിടെ വെച്ച് കണ്ണടച്ചാലും അവർക്ക് ഒരു ഉറപ്പുണ്ട്. ഞാൻ ഇവിടെ കണ്ണടക്കുന്ന സ്പോട്ട് ടൈമിൽ എന്റെ കണ്ണ് തുറക്കുന്നത് എന്റെ യേശുവിന്റെ അടുക്കലാണെന്നുള്ള ഒരു ഉറപ്പ് യേശുവിനെ ആരാധിക്കുന്ന മക്കൾക്കുണ്ട്. വചനപ്രകാരം ജീവിക്കുന്ന മക്കൾക്ക് ഒരു ഉറപ്പുണ്ട്. എന്തൊന്നുറപ്പുണ്ട്? ഇവിടെ കണ്ണടച്ചാൽ യേശുവിന്റെ രാജ്യത്തിൽ ഞാൻ കണ്ണ് തുറക്കും. എന്നാൽ അവർക്കൊരു പ്രത്യാശയുണ്ട്. തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. സങ്കീർത്തനം 90-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സങ്കീർത്തനങ്ങൾ 90-ാം അധ്യായം അതിന്റെ 12-ാം വചനം വായിച്ചേ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം. നമ്മളിതൊന്നും ചിന്തിക്കാറില്ല. ഹല്ലേലൂയ. ഈ മരണം എന്നുള്ളൊരു സാധനം ഞാനും നിങ്ങളും ചിന്തിച്ചെങ്കിൽ എന്നേ നമ്മൾ ഗുണപ്പെട്ടേനെ. ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഞാനെന്ന ഭാവം കൊണ്ട് വെട്ടിപ്പിടിയെങ്കിൽ വെട്ടിപ്പിടി, തട്ടിപ്പെങ്കിൽ തട്ടിപ്പീര്, മോട്ടിപ്പിക്കലെങ്കിൽ മോട്ടിക്കല്, ആരെയല്ല എന്തെല്ലാം പറയാൻ പറ്റുമോ അതെല്ലാം പറയും. കരയിപ്പിക്കും. കള്ളത്തരത്തിന് കണക്കില്ല, കപടത്തിന് കണക്കില്ല, അസൂയക്ക് കണക്കില്ല, പാപം ചെയ്യുന്നതിന് കണക്കില്ല. എത്ര പറഞ്ഞാലും ചാടിക്കയറി നിൽക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, 2 പ്രാവശ്യം വയറിളകിയാൽ അട്ട ചുരുളും പോലെ ചുരുളുന്നാണ് മനുഷ്യന്റെ ശരീരം. ഹല്ലേലൂയ. വേദപുസ്തകം ചോദിക്കുന്നു, മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ അയാൾ എവിടെ പോകും? ഈ ഒരു ചിന്ത മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ആമേൻ. സ്വത്ര. സംസാരവും നോട്ടവും നമ്മുടെ പല ഇടപെടലും കണ്ടാൽ ഈ ലോകത്തിൽ മുഴുവൻ ഉള്ള കാലം ജീവിക്കുന്നതാണ് നമ്മുടെ ചിന്ത. ഇല്ല സ്നേഹിതരെ, ഒരു നിഴൽ പോലെയുള്ള ഈ ആയുസ്സിൽ എവിടെ പോയി ചേരും എന്ന് ഈ ഭൂമിയിൽ ചിന്തിക്കാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം ദൈവം തന്നെങ്കിൽ, ഹല്ലേലൂയ, ഇതൊരു മായയായ ലോകമാണെന്നും ഇതിൽ കാണുന്നതെല്ലാം താൽക്കാലികമാണെന്നും ഒരു വിദേശത്ത് പോകുന്ന ഒരു വ്യക്തി വിദേശത്ത് പോയിട്ട് തന്റെ സ്വന്തം നാട് എവിടെ ആയിരിക്കും? സ്വദേശമായിരിക്കും അല്ലേ? അവിടെ അധ്വാനിക്കുന്ന എല്ലാം എവിടെ അയച്ചു കൊടുക്കുന്നത്? സ്വദേശത്തേക്ക്. അയാളുടെ ആഗ്രഹം സ്വന്തം ദേശം ഇവിടെയാണ്. നമുക്കിപ്പോ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത് നമ്മുടെ ദേശമല്ല, ഇത് അന്യരുടെ ദേശമാണ്. നമ്മുടെ ദേശം എവിടെയാ? എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. നമ്മുടെ ദേശം ഇവിടെയല്ല. ഇവിടെ നിന്ന് ഇനി വാ മക്കളെ എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും വിട്ടിട്ട് നമ്മൾ പോകണം. ഇതാണ് ഈ ദേശം. നമ്മുടെ സ്വന്തം ദേശം എവിടെയാ? സ്വർഗമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കൾക്കുള്ള സ്വന്തം ദേശം എവിടെ? സ്വർഗം. ദൈവത്തിന് സ്തോത്രം. അപ്പോ അതിലെഴുതിയിരിക്കുന്നത് വായിച്ചേ. സങ്കീർത്തനം 90-12 വായിച്ചേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്ക വണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ. ഇന്ന് രാത്രി നമ്മുടെ നാളുകളെ എണ്ണാനെന്ന് കഴിഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, സ്വത്ര, നമ്മുടെ ഇതുവരെയുള്ള കാലഘട്ടം കഴിഞ്ഞു. ഇനി ചുരുക്കം കാലഘട്ടമേ നമുക്കുള്ളൂ. നിങ്ങൾ എണ്ണീറ്റുണ്ടോ? 70 വർഷം, 80 വർഷം, അല്ലെങ്കിൽ 90 വർഷം എത്ര ദിവസമാണെന്ന് എണ്ണീറ്റുണ്ടോ? ഇനി അങ്ങോട്ട് താൻ എത്ര ദിവസം എണ്ണീറ്റുണ്ടോ? ഇതുവരെയെങ്കിലും നമുക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം കിട്ടിയിട്ടുണ്ടോ? പലതും നമ്മൾ എണ്ണാറുണ്ട്. നമ്മളൊരു ആവശ്യത്തിന് പൈസ ശേഖരിക്കുമ്പോൾ ഇത്ര ലക്ഷമായി, ഇനി എത്ര ലക്ഷം കൂടെ ഉണ്ടെങ്കിൽ ആ പൈസ അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ആ വസ്തു വാങ്ങാം, ആ അതെണ്ണും നമ്മൾ. പക്ഷേ നമ്മൾ ആയുസിന്റെ ഓട്ടമസ്തം നമ്മൾ വിളിക്കുമ്പോൾ അവിടെ എത്താൻ വേണ്ടിയുള്ളത് ആ ഒരു എണ്ണം, ആ ഒരു ചിന്ത, എവിടെ വെച്ച് ഞാൻ പോയാലും അവിടെ തന്നെ കാണുമെന്നുള്ള ചിന്ത നമ്മെ ഭരിക്കാറുണ്ടോ? ഇവിടെ വെറും 4 വിരൽ നീളം. ഇവിടെ കണ്ണടച്ചാൽ പിന്നെയുള്ള ജീവിതം യുഗായുഗം. പിന്നെ മരണമില്ല. ഒറ്റ മരണമേ ഇവിടെ വെച്ച്. ഇവിടെ വെച്ചാണ് മരണം. ആ മരണത്തിൽ 4 വിരൽ നീളമേ ഉള്ളൂ. വേദപുസ്തകത്തിൽ 4 വിരൽ നീളം. നിഴൽ പോലെ നടക്കുന്നു. രാവിലെ കിളിർത്തു വളരുന്നു, പൂവായി വരുന്നു. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ അത് അരിഞ്ഞു വാടി വീഴുന്നു. ഇതുപോലെ ഉള്ളു മനുഷ്യൻ. ഇന്നലെ ഞാൻ
വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കില്ലേ. ഇന്നലെ എൻ്റെ മൊബൈലിൽ വാട്സപ്പിലൊരു ക്ലിപ്പ് ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു, ഞാൻ ഇട്ട് നോക്കി. അതിൽ വാർത്തയാണ്, ന്യൂസാണ് ഇട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ന്യൂസിലിട്ടത് എനിക്കറിയത്തില്ല എത്ര പ്രായം വരെ. എനിക്ക് എൻ്റെ കണ്ണിന് ടക്കനെ ഞാനങ്ങ് മാറ്റി. എൻ്റെ കണ്ണിന് ടക്കനെ ഞാൻ കണ്ടപ്പോൾ എൻ്റെ കണ്ണിന് ഒരു 35 30 എത്രയോ വയസ്സ് വരും, അത്രയേ ഉള്ളൂ കാണാൻ. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മലക്കറി കടയിൽ വന്നു. നിങ്ങൾക്ക് വായിച്ചു കാണും, നിങ്ങൾക്ക് ചിലപ്പോൾ ടി വിയിൽ കണ്ടു കാണും, ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഇതിൽ കണ്ട് പെട്ടെന്ന് ഒരു ക്ലിപ്പിൽ ടക്കനെ ഞാൻ മാറ്റി. ദൈവത്തിന് സ്തോത്രം. കടയിൽ വന്ന് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ടാണ് ആ കടയിൽ മലക്കറി കടയിൽ വന്നത്. മലക്കറി കട ഓണറാണെന്ന് എനിക്കറിയത്തില്ല. ഫോണിൽ വിളിച്ചു ഇങ്ങനെ വന്നു, ആരോടോ സംസാരിച്ചുകൊണ്ട് മലക്കറിയുടെ പുറത്തൂടെ ആളങ്ങ് വീണു. അതിനകത്തുള്ള ആൾക്കാർ ഓടി വന്നപ്പോൾ ആള് പോയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇത്രയേ ഉള്ളൂ. നമുക്കറിയത്തില്ല. പക്ഷെ അതിന് ശേഷം എവിടെയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സ്നേഹിതരെ? നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമോ ഇത്? അങ്ങനെ ചിന്തിച്ചെങ്കിൽ ഇന്നിവിടെ പിണക്കം കാണുമോ? ഇന്നിവിടെ അടി കാണുമോ? ഇന്ന് അതിർതർക്കം കാണുമോ? ഇന്ന് വാസി വിരോധവും പകയും കാണുമോ? വിദ്വേഷം കാണുമോ? മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ഉപദ്രവം കാണുമോ? ഞാൻ എന്തോ ആണെന്നുള്ള ചിന്ത വരുമോ? ഒരു അഹങ്കാരം വരുമോ? മറ്റുള്ളവരെ കാണുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോകാൻ പറ്റുമോ? ഇല്ല. ഇതിന്റെ ഒക്കെ കാരണം എന്താ? ഇത് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ എന്തോ ആണെന്നുള്ള അഹങ്കാരം. എനിക്ക് ദൈവത്തിന്റെ ദൈവഭയമില്ല. പട്ടുകാരൻ പാടി: മനുഷ്യരിൽ ദൈവഭയം ഇല്ല, ഭൂമിയിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവം തന്റെ കോപം വരനേരമായെന്നോർത്തിടുക വേഗം. മനുഷ്യരിൽ ദൈവം തന്റെ കോപം വരനേരമായെന്നോർത്തിടുക വേഗം. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. വന്നപ്പോൾ നീ എന്തുകൊണ്ടു വന്നു, ഇനി പോകുമ്പോൾ നീ എന്തുകൊണ്ടു പോകും? എങ്ങനെ നീ ലോകത്തിൽ വന്നു, ഇനി എങ്ങനെ നീ ലോകം വിട്ടുപോകും? എങ്ങനെ നീ ഈ ലോകത്തിൽ വന്നു, ഇനി എങ്ങനെ നീ ലോകം വിട്ടുപോകും? വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവരിടം താ, നിൻ ഹൃദയത്തിൽ അവരിടം താ. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവരിടം താ, നിൻ ഹൃദയത്തിൽ അവരിടം താ. ഒന്നുകൂടെ വായിച്ച സങ്കീർത്തനം 90:12. എല്ലാവരും വേദപുസ്തകം തുറക്കണമേ. ഈ വാക്യം നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല എങ്കിൽ എന്നെ വിളിച്ചു പറയണേ, സിസ്റ്ററെ ഈ വാക്യം ഇതിലില്ല, നിങ്ങൾ കൈ നിട്ട് പറഞ്ഞാണെന്ന് എനിക്ക് തെളിയിക്കണം. വായിച്ചേ 90:12. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ. ബാക്കിയെല്ലാം നമ്മൾ എണ്ണും, പക്ഷെ നമ്മുടെ നാൾ എണ്ണത്തില്ല. നമ്മുടെ ജീവൻ പോകുന്നതാണ് നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ ഉള്ള കാലം ജീവിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വെട്ടിപ്പിടിച്ചാൽ ആശ തീരുകയില്ല. എന്തെല്ലാം കൂട്ടിച്ചേർത്താലും ആശയും ആഗ്രഹവും ആവേശവും തീരുകയില്ല. വെട്ടിപ്പിടിക്കുകയാണ്. അയ്യോ, ഒന്നിനെ കണ്ടാൽ ഒന്ന് തിരിഞ്ഞു നോക്കത്തില്ല. പള്ളി പോകുന്നുണ്ട്, അടുത്തിരിക്കുന്ന വ്യക്തി അറിയത്തില്ല, അടുത്തിരിക്കുന്ന വ്യക്തിയെ കണ്ടാൽ സംസാരിക്കത്തില്ല, നോക്കത്തില്ല, അവരെ മുഖത്ത് പോലും നോക്കാനുള്ള മനസ്സില്ല. കാരണം ഞാനെല്ലാം തികഞ്ഞ ആളാണ്, എൻ്റെ അത്ര അവർ ഒത്തില്ലെന്നാണ് നമ്മൾ ആരും തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും രണ്ട് കണ്ണുകൊണ്ട് കാണുന്നത്. പണക്കാരെ കാണുമ്പോൾ ഒരു കണ്ണുകൊണ്ട് കാണും, സാധുക്കളെ കാണുമ്പോൾ ഒരു കണ്ണുകൊണ്ട് കാണും, അനാഥരെ കാണുമ്പോൾ വേറൊരു കണ്ണുകൊണ്ട് കാണും. കാരണം എന്തറിയാമോ? ഞാനെല്ലാം തികഞ്ഞതാണെന്നുള്ള ഒരു തോന്നല് നമ്മുടെ ജീവിതത്തിലെ ആയുസ്സുകളെ എണ്ണാൻ നമുക്കൊന്ന് കഴിഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, ഹല്ലേലൂയ. നമ്മുടെ നാട് ഇതല്ല, നമ്മുടെ നാട് സ്വർഗമാണ്. അതൊന്ന് എണ്ണാൻ കഴിഞ്ഞെങ്കിൽ, നമ്മുടെ നാളുകളെ ഒന്ന് എണ്ണി കർത്താവിന്റെ അടുത്ത് മടങ്ങി വരാൻ കഴിഞ്ഞെങ്കിൽ, സങ്കീർത്തനം 116 പറയുന്നു, തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. നമുക്കറിയാം, പഴയ നിയമ വിശുദ്ധനാണ് മോശ എന്ന് പറയുന്നത്. മോശയെ ദൈവം മുൾപ്പടപ്പിൽ വെച്ച് വിളിച്ച് വേർതിരിച്ചു. മോശ ദൈവത്തോട് കൂടെ നടന്നു. ദൈവം പറയുന്ന എല്ലാം അതുപോലെ മോശ കേട്ടു. എന്നാൽ മോശയുടെ മരണസമയമാകുമ്പോൾ, ദൈവത്തിന്റെ ഭക്തനാകുന്ന മോശയുടെ മരണസമയമാകുമ്പോൾ, ആവർത്തന പുസ്തകം നിങ്ങൾ അവസാനത്തെയും വീട്ടിൽ പോയി വായിക്കുമ്പോൾ കർത്താവ് പറയും, നീ ആ ഹോർ പർവ്വതത്തിന്റെ താഴെ വരാൻ പറയും, താഴ്വാരത്തിൽ ചെല്ലാൻ പറയും. അയാളുടെ വേഷത്തെ ഊരി മാറ്റിക്കും. എന്റെ ദൈവം പറയും, ഇവിടെ കയറി കിടക്കാൻ പറയും. കയറി കിടന്ന ഉടനെ മരണം വന്നു, മരിച്ചു.
ആൾ മരിച്ചു. മോശെ അടക്കം ചെയ്തത് ദൈവമാണെന്ന് വേദപുസ്തകം പറയുന്നു. തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. പേടി വന്നില്ല, ഭയം വന്നില്ല. കർത്താവ് പറഞ്ഞു കയറി കിടക്കാൻ പറഞ്ഞു. തൊട്ടപ്പുറത്ത് മരണം കഴിഞ്ഞു. ആമേൻ, അടക്കവും ദൈവം ചെയ്തു. തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ സ്റ്റേഫാനോസ് എന്ന ഭക്തൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്റ്റേഫാനോസ് എന്ന ദൈവത്തിന്റെ ഭക്തൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ അറിയാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസന്മാർ തിരഞ്ഞെടുത്തിൽ ഒരാളായിരുന്നു ആമേൻ, സ്റ്റേഫാനോസ് എന്ന ഈ ദൈവഭക്തൻ. ഈ ദൈവഭക്തന്റെ ഒറ്റ പ്രസംഗത്തിൽ തന്നെ കല്ലെറിഞ്ഞ് തന്നെ വീഴ്ത്തി. കല്ലെറിഞ്ഞു, മരിക്കത്തക്ക രീതിയിൽ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേഫാനോസിന്റെ മുഖം ഒരു ദൂതന്റെ മുഖം തിളങ്ങുമ്പോൾ തിളങ്ങി. ദൂതന്റെ മുഖം തിളങ്ങുമ്പോൾ അല്ലാതെ വേറെ ഒന്നും സ്റ്റേഫാനോസിന്റെ വായിൽ നിന്ന് വന്നില്ല. സ്റ്റേഫാനോസിനെ കല്ലെറിയാൻ തുടങ്ങി. സുവിശേഷം പ്രസംഗിച്ചപ്പോൾ സ്റ്റേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു. പിതാവിന്റെ വലത് ഭാഗത്ത് പുത്രനാകുന്ന യേശു നിൽക്കുന്നു. ജനം കല്ലെറിയുമ്പോഴും സ്റ്റേഫാനോസിന്റെ കണ്ണിൽ കണ്ടത് കല്ലല്ല. സ്റ്റേഫാനോസിന്റെ കണ്ണിൽ കണ്ടത് മനുഷ്യനല്ല. സ്റ്റേഫാനോസിന്റെ കണ്ണിൽ കണ്ടത് ശരീരത്തിന്റെ രക്തമല്ല. സ്റ്റേഫാനോസിന്റെ കണ്ണിൽ കണ്ടത് തന്റെ ശരീരം കല്ലേറുകൊണ്ട് കീറിയതല്ല. താൻ കണ്ടത് ആകാശ മണ്ഡലങ്ങൾക്ക് അപ്പുറം ഹല്ലേലൂയ, സ്വർഗം തുറന്നിരിക്കുന്നു. അവിടെ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രനാകുന്ന യേശു നിൽക്കുന്നത് കണ്ടിട്ട് സ്റ്റേഫാനോസ് വിളിച്ചു പറഞ്ഞു, ഞാൻ യേശുവിനെ കാണുന്നു. ജനങ്ങൾ കുറെ കൂടെ കല്ലെറിഞ്ഞു. അവിടെ വെച്ച് തന്നെ മരിച്ചു. സ്റ്റേഫാനോസ് നേരെ എവിടെ കയറിപ്പോയി? ദൈവരാജ്യത്തിനകത്തേക്ക് കയറിപ്പോയി. ഇവിടെ കല്ലെറിഞ്ഞവർ എവിടെ പോയായിരിക്കും? നോക്കി ചിന്തിച്ചു നോക്കിയേ. സ്റ്റേഫാനോസിനെ പേടിക്കാനൊന്നുമില്ല. ദൈവമക്കളെ കല്ലെറിയുമ്പോൾ, ദൈവമക്കളെ കൊല്ലുമ്പോൾ, സത്യവചനം പ്രസംഗിക്കുന്നവരെ കൊല്ലുമ്പോൾ അവർക്ക് വേറെ ഒന്നും നേടാനില്ല സ്നേഹിതരെ. അവർ വിചാരിച്ചു എന്തോ നേടിയെന്ന് വിചാരിക്കും. ഒരു സ്റ്റേഫാനോസിനെ കൊന്നാൽ 1000 സ്റ്റേഫാനോസ് അല്ല, 1,00,000 സ്റ്റേഫാനോസ് അല്ല. എന്റെ ദൈവത്തിന് അല്ലെങ്കിൽ 1 കോടി ജനത്തെ കർത്താവിന്റെ വചനം പറയാൻ വിളിച്ചു പറയാൻ അയക്കാൻ ദൈവം ശക്തനത്രേ. സ്റ്റേഫാനോസിനെ കൊന്നപ്പോൾ തീർന്നൊന്ന് ചിന്തിച്ചു, തീർന്നില്ല. ഈ വചനം അവസാനിച്ചുമില്ല. അടുത്ത കണ്ണികൾ ദൈവത്തിന്റെ സത്യവചനം വിളിച്ചു പറയാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, സ്റ്റേഫാനോസ് മരിച്ചു. ദൈവത്തിന്റെ അടുക്കലേക്ക് കയറിപ്പോയി. തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതത്രേ. മോശയുടെ മരണം വിലയേറിയതായിരുന്നു. സങ്കീർത്തന പുസ്തകം 39 അധ്യായം അതിന്റെ 5, 4, 5, 6 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. സങ്കീർത്തന പുസ്തകം എല്ലാവരും ശ്രദ്ധിക്കണം. സങ്കീർത്തന പുസ്തകം 39 അധ്യായം 4, 5, 6, 11 വാക്യം വായിച്ചേ. യഹോവേ എന്റെ അവസാനത്തെയും. നോക്കിക്കേ, അനേകർ പറയും ഇവിടെ ഒരാൾ മരിച്ചാൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കർത്താവിനെ ആരാധിച്ച് കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണമുണ്ട്. പ്രാർത്ഥിക്കാത്ത വ്യക്തിക്ക് മരണമുണ്ട്. പള്ളി പോകുന്ന ആളിന് മരണമുണ്ട്. പള്ളി പോകാത്ത ആളിന് മരണമുണ്ട്. യേശുവിനെ രക്ഷകനായി പള്ളി പോകുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല. പ്രസംഗിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ആൾ മാത്രമേ സ്വർഗത്തിൽ പോകും. അല്ല, ആരും പോകത്തില്ല. പള്ളി പോയെന്ന് സ്വർഗത്തിൽ പോകത്തില്ല. എന്നെ പോലെ പ്രസംഗിച്ചെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷകനെ കർത്താവായി സ്വീകരിക്കണം. യേശു എന്നിലും ഞാൻ യേശുവിലും വസിക്കണം. ഹല്ലേലൂയ. യേശു എന്നിലും ഞാൻ യേശുവിലും വസിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അല്ലാതെ സ്വർഗത്തിൽ പോകത്തില്ല. പള്ളി പോയി ഇരുന്നെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകത്തില്ല. എനിക്ക് വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാടിൽ അറിവുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. പിന്നെയോ, സർവശക്തനാകുന്ന ദൈവം എൻ്റെ അപ്പനും അമ്മയും എല്ലാമായി, എൻ്റെ രാജാവായി, എൻ്റെ കർത്താവായി, എൻ്റെ രക്ഷകനായി, എൻ്റെ ദൈവമായി എൻ്റെ അകത്ത് വരിക. ഞാൻ എന്റെ യേശുവിലും യേശു എന്നിലും ഇരുന്ന് യേശുവിനായി ജീവിച്ചാൽ മാത്രമേ, യേശുവിന്റെ പൈതലായി മാറിയാൽ മാത്രമേ ആ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സ്വർഗത്തിന്റെ കവാടത്തിൽ പോലും എത്താൻ പറ്റത്തില്ല സ്നേഹിതരെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവും, ഇതിൽ കൂടി കടക്കുന്നവർ ചുരുക്കവും മാത്രമേ. 2 വഴിയുണ്ട്. ഒന്ന് ഇടുക്കമുള്ള വഴി, ഒന്ന് വിശാലമുള്ള വഴി. തോന്നിയ പോലെ ജീവിക്കാം. എന്നാൽ ഇടുക്ക് വഴിയിലൂടെ വരുമ്പോൾ മനുഷ്യൻ അവർ നോക്കത്തില്ല. മനുഷ്യൻ എന്ത് പറയുമെന്ന് നോക്കത്തില്ല. അവരുടെ കണ്ണും അവരുടെ നോട്ടവും അവരുടെ ചിന്തയും എല്ലാം യേശുപ്പനായിരിക്കും. അവരുടെ വിചാരവും വാക്കുമെല്ലാം യേശുപ്പനായിരിക്കും. അവർ ദൈവ വചനപ്രകാരം നടക്കും, ദൈവ വചനപ്രകാരം ജീവിക്കും, ദൈവത്തിന്റെ വചനപ്രകാരം നിൽക്കും. ഹല്ലേലൂയ. അവർക്ക് വേറെ ഒന്നും പറയാനില്ല. അവരെ രക്ഷിക്കുന്ന ദൈവമാണ്, അവരെ സഹായിക്കുന്ന ദൈവമാണ്, അവരെ കരുതുന്ന ദൈവമാണ്. അവർ മനുഷ്യൻ നോക്കത്തില്ല. കർത്താവ് ജീവിക്കുന്ന പൈതൽ ഇവിടം വിട്ട് അവരുടെ ഡ്യൂട്ടി തികയ്ക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വിളിക്കുന്ന മാത്രയിൽ അവർ സ്വർഗത്തെ കയറിപ്പോകും. ഇന്ന് അനേകർ ചിന്തിക്കാറുണ്ട് സ്നേഹിതരെ, ഇവിടെ മരിക്കുമ്പോൾ സ്വത്രം പക്ഷികളായി മാറും, മൃഗങ്ങളായി മാറും, ഇടജാതികളായി മാറും എന്നൊക്കെ അനേകർ ചിന്തിക്കാറുണ്ട്. ഇല്ല, എന്താകുമെന്ന് താഴെ വേദപുസ്തകത്തിൽ കൊടുക്കുന്നു. ഇപ്പൊ വായിച്ചേ, ഞാൻ പറഞ്ഞ വാക്യം വായിച്ചേ. യഹോവേ എന്റെ അവസാനത്തെയും. കണ്ടോ, സങ്കീർത്തനക്കാരൻ പറയുകയാണ് 39 4 വാക്യം. യഹോവേ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. എത്ര ക്ഷണികനെന്ന്. കണ്ടോ, നമ്മൾ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. നമ്മുടെ നടപ്പും പോക്കും സംസാരം മറ്റുള്ള ഇടപെടലിൽ കണ്ടാൽ എന്തോ ആണെന്നുള്ള ചിന്തയാണ്. ഇല്ല സ്നേഹിതരെ, ഇത് പോയാൽ എപ്പോഴാ ഇനി അടക്കമെന്ന് ചോദിക്കും.
നമ്മുടെ എല്ലാവരുടെയും ഗതി ഇതാ. എല്ലാവരുടെയും, ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള സകലരുടെയും ഗതി ഇത് തന്നെയാ. പ്രശംസിക്കാൻ ഒന്നുമില്ല. പാട്ടുകാരൻ പാടി, കൃപയേ കൃപയേ ദൈവ കൃപയേ, ഞാനാകുന്നതും ദൈവ കൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ ഞാനല്ലാതൊന്നും ഭൂമിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ ഞാനല്ലാതൊന്നും ഭൂമിയിലില്ലായേ. കൃപയേ കൃപയേ ദൈവ കൃപയേ, ഞാനാകുന്നതും ദൈവ കൃപയാലത്രേ. കൃപയേ കൃപയേ ദൈവ കൃപയേ, ഞാനാകുന്നതും ദൈവ കൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ ഞാനല്ലാതൊന്നും കൃപ ഇല്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാതൊന്നും ഭൂമിയിലില്ലായേ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും എന്റെ തോളിലിട്ടുകൊള്ളുവിൻ എന്നൂര ചെയ്തവൻ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും എന്റെ തോളിലിട്ടുകൊള്ളുവിൻ എന്നൂര ചെയ്തവൻ. തകർന്നിടാൻ ഒരു നാളും സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളവനെ നടത്തിയിടും നിശ്ചയോ. തകർന്നിടാൻ ഒരു നാളും സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളവനെ നടത്തിയിടും നിശ്ചയോ. കൃപയേ കൃപയേ ദൈവ കൃപയേ, ഞാനാകുന്നതും ദൈവ കൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ ഞാനല്ലാതൊന്നും ഭൂമിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ ഞാനല്ലാതൊന്നും ഭൂമിയിലില്ലായേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ആ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ ഒന്നുകൂടെ. സങ്കീർത്തന പുസ്തകം അതിന്റെ വായിച്ചേ 39, 4, 5, 6, 11 വായിച്ചേ. യഹോവേ യഹോവേ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. എന്നെ ഒന്ന് അറിയിക്കണേ അപ്പാ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. അടുത്ത്, ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കി. എത്ര വിരൽ നീളം? 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. അടുത്ത്, എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്ത പോലെ ഇരിക്കുന്നു. അടുത്ത്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും, ഏത് പാവപ്പെട്ടവനും, ഏത് പണക്കാരനും, എത്ര വിദ്യാസമ്പന്നനും, എത്ര വിദ്യാവിഹീനനും, എത്ര കുടിലിൽ കിടക്കുന്നവനും, യഹൂദനാകട്ടെ, യവനാകട്ടെ, ദാസനാകട്ടെ, ശകനാകട്ടെ, സ്വതന്ത്രനാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, ഏത് മനുഷ്യനുമാകട്ടെ. അടുത്ത വരി, ഉറച്ചു നിന്നാലും ഒരു ശ്വാസം, ഒരൊറ്റ ശ്വാസമേ ഉള്ളൂ. ശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ മണ്ണെന്നേ പറയൂ. എത്ര ചേർത്ത് പിടിച്ചാലും, ശ്രദ്ധിച്ചേ, എത്ര ചേർത്ത് പിടിച്ചാലും ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട് സ്നേഹിച്ചവരായിരുന്നാൽ ദുർഗന്ധം മാത്രമേ വരൂ. അതിനകത്ത് എത്ര സ്പ്രേ അടിച്ചാലും പുഴുക്കൾ മാത്രമേ ചൊരിയൂ. എല്ലാവരും പറയത് ഇതാണ് ഈ ബോഡി. അഹങ്കരിച്ചൂടാ. അഹങ്കരിക്കരുത്. ഞാൻ എന്താണെന്ന് ചിന്തിക്കരുത്. നമ്മൾ ഏതുമല്ല. ഉറച്ചു നിന്നാൽ വിശ്വാസം 4 വിരൽ നീളോ. മനുഷ്യന്റെ ആയുസ് ക്ഷണിയോ യാതൊന്നുമില്ല. ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. അടുത്ത വാക്യം വായിച്ചേ. മനുഷ്യരൊക്കെ നിഴലായി നടക്കും നിശ്ചയം. ഒരു നിഴല് മാത്രം, വെറും നിഴലായി നടക്കുന്നു. അത് നിശ്ചയമുള്ള കാര്യം. ഒരു നിഴൽ മാത്രം. അടുത്ത്, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു. വെട്ടിച്ചും തട്ടിച്ചും മോട്ടിച്ചും ആൾക്കാരെ കരയിപ്പിച്ചും വീട്ടിനകത്ത് കയറിയിറങ്ങിയും എന്തൊക്കെ ചെയ്തും, എങ്ങനെ കൊന്നെങ്കിലും, എന്ത് ഇടി കൊടുത്തെങ്കിലും, എത്ര വട്ടിപ്പലിശ വാങ്ങിയെങ്കിലും, എത്ര കള്ളവും കവടവും കാണിച്ചെങ്കിലും, ഒരിക്കൽ കൊടുത്ത പൈസ വീണ്ടും കണക്കെഴുതി പറ്റിച്ചു വാങ്ങിയെങ്കിലും, പൈസ ഡെപ്പോസിറ്റ് കൂട്ടുമ്പോൾ സ്വർഗം പറയും, നീ കൂട്ടിവെച്ചതെല്ലാം വെറുതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചൊന്നുകൂടെ വരി. മനുഷ്യരൊക്കെ വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അടുത്ത്, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അടുത്ത്, അവൻ ധനം സമ്പാദിക്കുന്നു. അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അടുത്ത വരി 11. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളെ ശിക്ഷിക്കുമ്പോൾ, ദണ്ഡനങ്ങളാൽ ദണ്ഡിപ്പിക്കുമ്പോൾ, നീ അവന്റെ സൗന്ദര്യത്തെ ശിക്ഷിക്കുമ്പോൾ, നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. മനുഷ്യന്റെ സൗന്ദര്യം എങ്ങനെ പോകുന്നു? സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മള് കണ്ണു മോശമായിരുന്ന
ആ കണ്ണോ? എൻ്റെ കണ്ണ് അങ്ങനെ ഇരിക്കുന്നു. നിന്റെ കണ്ണ് കഴിഞ്ഞ ഞായറാഴ്ച കുഞ്ഞുങ്ങൾ എഴുതി വെച്ചിരുന്നതാ. അങ്ങനത്തെ കണ്ണ്, ഇങ്ങനത്തെ കണ്ണ്, പൊട്ടൻ. നമ്മളെ വിളിക്കാറില്ലേ പലരെയും? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? സ്വത്രം. കർത്താവ് പറയുന്നു, നമ്മളിതെല്ലാം കർത്താവ് സൃഷ്ടിച്ച, കർത്താവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. കർത്താവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച. ആരുടെ? കർത്താവിൻ്റെ. നമ്മളെല്ലാവരും ആരുടെ രൂപത്തിലാണ് ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ രൂപത്തിൽ. എന്നിട്ട് നമ്മൾ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയും. നീ അങ്ങനെയല്ലേ ഇരിക്കുന്നു, നിന്റെ മൂക്ക് അങ്ങനെയല്ലേ, നിന്റെ കണ്ണ് ഇങ്ങനെയല്ലേ. കർത്താവ് പറയുന്നു, വായിച്ചേ, സൗന്ദര്യത്തെ ഒന്നുകൂടെ 11-ാം വാക്യം. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസമത്രേ ആകുന്നു. അതുകൊണ്ട് ഈയോ പറയുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ എവിടെ? അനേകർ പറയും പക്ഷികളാകും, മൃഗങ്ങളാകും. എന്നാൽ സഭാപ്രസംഗി പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്വത്രം. വേദപുസ്തകം എന്ത് പറയുന്നു നോക്കിയേ, വായിച്ചേ. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവൻ പോകുമ്പോൾ പൊടിയാകുന്ന നമ്മുടെ ശരീരം, ഈ പൊടി പണ്ടായിരുന്നതുപോലെ ഈ ശരീരം പൊടിയിലേക്ക് ചേരും. ശ്രദ്ധിച്ചു കേട്ടെ, പൊടിയിലേക്ക് ചേരും. ഒരു മനുഷ്യനില് ഇപ്പോ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയും. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ച്, മരണം എന്ന് പറഞ്ഞാൽ എന്ത്? ശ്രദ്ധിച്ച്, ഒരു മനുഷ്യനിൽ യേശുവിനെ ആരാധിക്കുന്ന, രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു പൈതലിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വത്രം, ദേഹം, ദേഹി, ആത്മാവ്. അതൊക്കെ ദേഹം, ദേഹി, ആത്മാവ്. ആത്മാവ്, ദേഹം, ദേഹി. ആത്മാവ്, ദേഹം, ദേഹി. ദൈവത്തിന് സ്വത്രം. ആത്മാവും മനസ്സും ഒന്നാകും. ആത്മാവും മനസ്സും ഒന്നാകും. ഈ ശരീരം ഒരിക്കലും നേരെ ആകാൻ സമ്മതിക്കത്തില്ല. എപ്പോഴും പാപം ചെയ്യാൻ വശീകരിക്കുന്നതാണ് നമ്മുടെ ഈ ശരീരം. എന്നാൽ മനസ്സും ആത്മാവും ഒന്നായിട്ട് ഈ പാപം ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഈ ശരീരത്തെ ഒരു ദിവസം പറയും, നിന്നിൽ ഇനി ഞങ്ങൾ വസിക്കാൻ പറ്റത്തില്ല. കർത്താവ് വിളിക്കുമ്പോൾ ഈ മനസ്സും ആത്മാവും ഒന്നായി നിന്നുകൊണ്ട് പറയും, ഈ ബോഡി ആകുന്ന ഈ കൂടുണ്ടല്ലോ, ഫ്രിഡ്ജ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഫ്രിഡ്ജിൽ പുറത്തൊരു കവർ കാണുമോ? ഉണ്ടായില്ലേ? നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് കൊണ്ടുവന്നപ്പോൾ വെറുതെ ഫ്രിഡ്ജായിട്ടാണോ കൊണ്ടുവന്നത്? അതേ കവർ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജും ടിവിയും മിക്സിയും എന്ത് വാങ്ങുമ്പോഴും പുറത്തൊരു കവർ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നോ കവർ? നമ്മളൊരു കവറാണിത്. ഈ കവറിനകത്തുള്ള മനസ്സും ആത്മാവും ഒന്നായിട്ട് ഈ കവറിന് ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് പറയും, നീ പൊക്കോ, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു, ഞങ്ങൾ ഒരു ദിവസം ഇറങ്ങി വരും, അന്ന് നീ മണ്ണിൽ നിന്ന് ഞങ്ങളെ സ്വീകരിക്കാൻ തക്കതായ ഒരു ശരീരമായി മാറിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് മനസ്സും ആത്മാവും കൂടെ എങ്ങോട്ട് പോകും? ദൈവത്തിൻ്റെ അടുക്കലേക്കൊക്കെ പോകും. പോയിട്ട് യേശുവിൻ്റെ രഹസ്യവരവിൽ, ഇന്നലെ പ്രസംഗിച്ചില്ലേ, രഹസ്യവരവിൽ ഈ പോയ മനസ്സും ആത്മാവും കൂടെ നേരെ ഭൂമിയിലേക്ക് വന്നിട്ട് എവിടെയാണോ അടക്കം ചെയ്തത് ആ മണ്ണ് മറ്റൊരു ശരീരം പ്രാപിച്ച് ചാടി കല്ലറ വിട്ട് എഴുന്നേൽക്കുമ്പോൾ അതിനകത്ത് ഈ ആത്മാവും മനസ്സും ഇറങ്ങും. സ്വത്രം. മനസ്സും ആത്മാവുമാണ് ഈ കല്ലറയ്ക്കകത്തിറങ്ങി, മണ്ണാകുന്ന നമ്മുടെ ശരീരത്തിനകത്ത് ഇറങ്ങി നമ്മളെ ജീവിപ്പിച്ച് കല്ലറകളെ തുറന്ന് യേശുക്രിസ്തു പുറത്തു വന്നത് പോലെ വഴിപ്പെടുന്ന എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തു പുറത്ത് വന്നതുപോലെ നമ്മൾ ഒരു ദിവസം ഈ മണ്ണിനകത്ത് നിന്ന് ആരൊക്കെ? ആത്മാവും മനസ്സും. എങ്ങനെയുള്ളവര്? യേശുവിനായി ജീവിക്കുന്ന മക്കളുടെ കാര്യമോ? ആത്മാവും മനസ്സും ഒന്നായി ദൈവം വിളിക്കുമ്പോൾ ഈ ബോഡിയെ ചവിട്ടി താഴെ ഇട്ടിട്ട് പറയും, നിന്നിൽ ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഞങ്ങളിതാ ഉയരങ്ങളിലേക്ക് കർത്താവിലേക്ക് പോകുന്നു, ഞങ്ങൾ വരും ഒരു ദിവസം, അന്ന് നീ ആ ബോഡി ഞങ്ങളെ സ്വീകരിക്കാൻ നീ ഒരുങ്ങിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ബോഡി എറിഞ്ഞിട്ട് പോകുന്നതിൻ്റെ പേരാണ് മരണം. പിന്നെ ഈ ബോഡി മറവ് ചെയ്യും. പിന്നെ യേശുവിൻ്റെ വരവിൽ കർത്താവ് ഒന്ന് വിളിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കലായിരിക്കുന്ന ആത്മാവും മനസ്സും ഒറ്റ ചാട്ടത്തിൽ താഴെ വന്ന് ബോഡി എവിടെ വിശ്രമിക്കുമോ, കത്തിച്ചു കളഞ്ഞ ബോഡിയിൽ അവിടെ വരും. അവിടെ വന്ന് ഈ ആത്മാവും മനസ്സും ഇറങ്ങി മറ്റൊരു ബോഡിയാക്കി പറന്ന് എവിടെ ചെല്ലും? കർത്താവിൻ്റെ അടുക്കൽ ചെല്ലും. ഇതാണ് രഹസ്യവരവിൽ വിശുദ്ധന്മാർ ഉയർത്തുന്ന സംഭവം. ഇന്നലെ ഞാൻ പ്രസംഗിച്ചു. കാരണം പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പൊടി പണ്ടായിരുന്നതുപോലെ മണ്ണിലേക്ക് തിരികെ ചേരും. ആത്മാവോ, വായിച്ചേ, ഒന്നുകൂടെ വായിച്ച സഭാപ്രസംഗി 12:7 വായിച്ചേ. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവോ അതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. മതി. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ദൈവത്തിന്റെ അടുക്കൽ പോകും. പൊടി ഇവിടെ കിടന്ന്
ആത്മാവ് കറങ്ങുന്നാണോ? ഇല്ല. സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ, സങ്കീർത്തനങ്ങൾ 90-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം വായിക്കും. ഉൽപ്പത്തി ആദ്യം വായിച്ചേ, 6-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, മനുഷ്യന്റെ ആയുസ് 120 സംവത്സരം എന്ന് എഴുതിയിരിക്കുന്നു. സങ്കീർത്തനം 90-10 പറയുന്നു, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരം, അതിൻ പ്രതാപമോ പ്രയാസവും ദുഃഖവും അത് വേഗം തീർന്നു പോകും. എന്നാൽ ലൂക്കോസ് വിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ വായിക്കുമ്പോൾ രണ്ടുപേർ ഈ ഭൂമിയിൽ കണ്ണടയ്ക്കുന്ന രംഗമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ലാസറും ഒന്ന് ധനവാനും, ഒന്ന് യേശുവുള്ള മനുഷ്യനും ഒന്ന് യേശുവില്ലാത്ത മനുഷ്യനും. മനുഷ്യൻ തന്റെ പ്രാണൻ വിട്ടാൽ അയാൾ പിന്നെ എവിടെയോ, വേദപുസ്തകം പറയുന്നു, ഇവിടെ ഒരിടവും നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ ആത്മാവ് ഇറങ്ങി നേരെ അപ്പന്റെ അടുക്കലേക്ക് പോകും. ഇവിടെ ഒരിടവും കാണത്തില്ല എന്ന് വേദപുസ്തകം പറയുന്നു. ആമേൻ. ആ കൂടിനകത്തിരുന്ന ആത്മാവും മനസ്സും ദൈവത്തിന്റെ അടുക്കൽ പോവുകയും ആ കവറിനെ അവർ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ അടുക്കൽ പോവുകയും ഈ കവറിനെ അടക്ക ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്നാണ് അതിന്റെ യഥാർത്ഥ സാരം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ലൂക്കോസ് വിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു പാവി മരിച്ചാൽ എവിടെ പോകും? എന്റെ ദൈവത്തെ ആരാധിക്കുന്ന മരിച്ചാൽ എവിടെ പോകും? രണ്ടും ഒരുപോലെ യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ലൂക്കോസ് വിശേഷം 16-ാം അധ്യായം വായിച്ചേ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ചു. ശ്രദ്ധിച്ചു കേട്ടെ, ഒരു മനുഷ്യൻ ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു മനുഷ്യന്റെ കണ്ണ് അടയ്ക്കുന്ന സ്പോട്ട് ടൈമിൽ മറ്റൊരു സ്ഥലത്ത് കണ്ണ് തുറക്കും. 2 സ്ഥലമുണ്ട്. പാവികൾ ചെന്ന് കണ്ണ് തുറക്കുന്ന സ്ഥലം, പാതാളം എന്ന സ്ഥലം. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 33-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, യെശയ്യാവ് 30:33. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. അത് രാജാവിനായിട്ട്. അത് ആർക്ക്? രാജാവിനും കൂടെ. രാജാവ് അവിടെ പോകും. ഏതെല്ലാം പാപികളുണ്ടോ, അതിന് വലിയവനായാലും ചെറിയവനായാലും ആരായാലും പാപം ചെയ്യുന്ന സകലരും അവിടെയാണ് പോകുന്നത്. വായിച്ചേ, പണ്ടേ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. രാജാവിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. അവൻ അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ കത്തിക്കും. അപ്പൊ ഒരു പാവി മരിച്ചാൽ നേരെ ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ കണ്ണു തുറക്കുന്ന സ്ഥലം എവിടെയാ? നേരെ ഇതിനകത്തോട്ടാ കണ്ണു തുറക്കുന്നത്. നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിച്ചോണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വത്രം പാതാളത്തിനകത്ത് ലക്ഷോപലക്ഷ ജനങ്ങൾ അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സെക്കൻഡിന് തൊട്ട് മുമ്പ് വരെ മരിച്ച, ഇതുവരെയും മരിച്ച, ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളും കണ്ണിവിടെ അടയ്ക്കുന്നവര് എസിക്കകത്ത് ഇരിക്കുന്നതായിരിക്കാം. കണ്ണിവിടെ അടയ്ക്കുന്നവര് ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളായിരിക്കാം. പക്ഷെ കണ്ണടയ്ക്കുമ്പോൾ യേശുവില്ലാത്ത ആളാണെങ്കിൽ അവർ വിചാരിക്കും, എനിക്ക് ഡോർ തുറന്ന ഒരാളുണ്ട്, എസി ഇട്ട് തരാൻ ആളുണ്ട്, എനിക്ക് എല്ലാത്തിനും ആളുണ്ട്, ഞാൻ ഇന്ന ആളാണ്, ഏറ്റവും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, യേശുവില്ലാത്ത ആളാണ്, അങ്ങനെ ഇരിക്കുന്ന ആളാണ് എന്ന് ചിന്തിച്ച് ആഡംബരത്തിൽ നടക്കുകയാണ്. പക്ഷെ തക്കനെ ആളിവിടെ കണ്ണടയ്ക്കുന്നു. നേരെ പോയി കണ്ണു തുറക്കുന്നത് എരിയുന്ന തീക്കകത്താണ്, എന്താ കത്തുന്ന പൊയ്ക്കകത്തേക്കാണ്. അവിടെ നിലവിളിയുടെ ശബ്ദമാണ്, അവിടെ അലറുന്ന കരച്ചിലാണ്, അവിടെ ഒരു സ്വസ്ഥതയുമില്ല. കീഴെ പുഴുക്കളെ വിധിച്ചിരിക്കുന്നു. അവിടെ ഒരു മെത്തയുണ്ട്, മെത്ത പുഴുക്കൾ കൊണ്ടാണ്. അത് കൊന്നാൽ ചാകത്തില്ല. അത് സ്വത്രം പോയി വീഴുന്ന ഉടനെ ആ മെത്തയിലോട്ടാണ് വീഴുന്നത്. കടൽക്കരയിൽ മണൽത്തരി വാരി എറിയുമ്പോൾ എന്നെ തിട്ടപ്പെടുത്താൻ പറ്റാത്തതുപോലെ സെക്കൻഡ് ബൈ സെക്കൻഡായി ആയിരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കണ്ണടച്ച് ആ സ്ഥലത്തേക്ക് പോയി വീണുകൊണ്ടിരിക്കുകയാണ്. വീഴുമ്പോൾ അവിടെ വിളി കേൾക്കുന്നുണ്ട്, അയ്യോ ഞാൻ ഇവിടെയാണോ കണ്ണു തുറന്നത്, എന്റെ നാട്ടിലേക്ക് അയക്കണമേ, എന്റെ വീട്ടിലേക്ക് അയക്കണമേ. ദൈവത്തെ കണ്ടുമുട്ടാതെ പോയ സകല വ്യക്തികളും രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യരും അവിടെയാണ് കണ്ണു തുറക്കുന്നത്. ഇവിടെ ജനം പറയും, അയ്യോ 108 വയസ്സായി, സുഖമരണമായിരുന്നു, അവർക്ക് ഒരു രോഗമില്ലായിരുന്നു, BP ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. 108 വയസ്സിലും രാവിലെയുള്ള എല്ലാ ആഹാരവും ഒരുക്കി, ഉച്ചയ്ക്ക് കുളിച്ചു, അവരെ റെഡിയായി, കസേര ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന് പോയി. നല്ല മരണമായിരുന്നു, നല്ലതാ, ശരിയാ. പക്ഷെ അവരുടെ യേശു ഇല്ലെങ്കിൽ അവർ കണ്ണു തുറന്നത് ഇവിടെ നല്ലതായിരുന്നു, ശരി, സമ്മതിച്ചു. പക്ഷെ കണ്ണു തുറന്ന് ഈ സ്ഥലത്ത് ഒരിക്കലും മരണമില്ല. അവിടെ 24 മണിക്കൂർ അലറുകയാണ്, ദാഹിച്ചാൽ വെള്ളമില്ല. സ്വത്രം അലറുന്ന ശബ്ദം മാത്രം. തീച്ചൂട് ആളി കത്തുന്നുണ്ട്, ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് സ്വത്രം ഇവിടെ പാപികളായ സകല മനുഷ്യരും, യേശുവില്ലാത്ത സകല മനുഷ്യരും, യേശുവിനെ കർത്താവായി സ്വീകരിക്കാത്ത സകല മനുഷ്യരും പോകുന്ന സ്ഥലം അവിടെയാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ കോടിക്കണക്കിന് ജനം, നമുക്ക് മുമ്പ് പോയ
കോടിക്കണക്കിന് പാപികൾ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത സകല പാപികളും അതിനകത്താണ് പോയിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. അവിടെ അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുക. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിച്ചേ 31 വരെ. ധനവാനൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാന് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെ അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിനെ അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചെന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർ കഴിയില്ല. ശേഷം തിരിച്ചെങ്ങോട്ടെങ്കിലും പോകുന്നതിന് പറ്റത്തില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പോഴാണ് അയാൾക്ക് ബോധം വീണത്. നരകത്തിൽ പോയപ്പോഴാണ് മനസ്സിലായത് എന്റെ വീട്ടിൽ എത്ര സഹോദരങ്ങളുണ്ട്. വായിച്ചേ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവരോട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് വന്ന് പ്രസംഗിക്കുന്ന സഹോദരങ്ങളെ. വേറെ ഒന്നുമല്ല, ഇവിടെ പറയുന്ന അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അടുത്ത വരി. അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവനോട് അവർ മോശയുടെയും പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാൽ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും മരിച്ച ഒരാൾ വന്ന് ഇവിടെ സുവിശേഷം പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? ഒറ്റ എണ്ണ ഈ ഗ്രൗണ്ടിൽ കാണില്ല. കാണോ? നമ്മളെല്ലാം ആദ്യം മുമ്പേ ഓടും ഭൂതം വന്നെന്ന്. ആണോ? അല്ലേ? ആരും അംഗീകരിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞ ഈ പ്രസംഗിക്കുന്ന ശാലി സിസ്റ്റർ മാത്രമേ ഓടൂ. നിങ്ങൾ ആരും ഓടത്തില്ലെന്നല്ലേ? എന്നെക്കാളും മുമ്പേ നിങ്ങൾ ഓടും. സ്വത്രം. അങ്ങനെ മരിച്ചുപോയ ഒരാൾ ഒന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾ ഇരിക്കും ആരെങ്കിലും? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ടല്ലോ. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന്. ഇത് സത്യമാണ്. ഓ സ്വത്രം. പകൽ യാഥാർത്ഥ്യമെങ്കിൽ, രാത്രി എന്നത് യാഥാർത്ഥ്യമെങ്കിൽ, ജനിച്ചാൽ ഒരു മരണം യാഥാർത്ഥ്യമെങ്കിൽ, ഓ എന്നെ കേൾക്കുന്ന സഹോദര, സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്, നരകം ഒരു യാഥാർത്ഥ്യമാണ്. ഏത് പാവി പോകുന്ന സ്ഥലം, യേശുവിനെ കണ്ടുമുട്ടാത്ത രക്ഷകനായി സ്വീകരിക്കാത്ത സകല പാവികൾ പോകുന്ന സ്ഥലം ഈ യാതനാ സ്ഥലത്താണ്. ലൂക്കോസ് 16:19 വായിക്കുമ്പോൾ ലാസർ എന്ന പേരുള്ള ഒരു സഹോദരന്, ആ മനുഷ്യന് ആഹാരമില്ല, ഓ കയറി കിടക്കാൻ വീടില്ല, ഭാര്യ ഉണ്ടെന്ന് പറയുന്നില്ല, മാതാപിതാക്കളോ മക്കളോ ഉണ്ടെന്ന് പറയുന്നില്ല, ആഹാരമില്ല. ഓ സ്തോത്ര. തന്റെ ശരീരം മുഴുവൻ നാറുന്ന വ്രണം നിറഞ്ഞ് പുഴുക്കൾ വന്ന് നിറയുന്നുണ്ട്, കൃമികൾ നിറയുന്നുണ്ട്, പട്ടികൾ വന്ന് നക്കുന്നുണ്ട്. സ്വസ്ഥത നഷ്ടപ്പെട്ട് റോഡേ പോകാൻ പാടില്ല. ആ ദുർഗന്ധം കൊണ്ട് സകലരും മതിൽ വരെ പൂട്ടും, ഗേറ്റ് വരെ പൂട്ടും, വീട് വരെ പൂട്ടും. ആഹാരമില്ല. പക്ഷെ ഈ മനുഷ്യന്റെ അകത്ത് യേശു ഉണ്ടായിരുന്നു. രോഗത്തിന് ഇയാളെ തകർക്കാൻ കഴിയില്ല. ഓ പട്ടികൾ നോക്കി പറയും, പട്ടികളെ, ഓ നിങ്ങൾ എന്റെ ശരീരത്തെ കാർന്നു തിന്നാലും നിങ്ങൾക്ക് തിന്നാൻ പറ്റാത്ത മറ്റൊരു ശരീരം പ്രാപിച്ച് ഞാൻ എന്റെ യേശുവിന്റെ അടുക്കൽ പോകും. പുഴുക്കളെ നോക്കി പറയും, പുഴുക്കളെ, കൃമികളെ, നീ ഇന്നെന്നെ കാർന്നു തിന്നോ, എന്നാൽ നിങ്ങൾക്ക് തിരക്കാൻ പറ്റാത്ത ഒരു ശരീരം പ്രാപിച്ച് ഞാൻ എന്റെ യേശുവിന്റെ അടുത്ത് പോകും. പുഴുക്കളെ, പട്ടികളെ, കൃമികളെ, ലോകമേ, രോഗമേ, നിങ്ങൾക്ക് എന്റെ അകത്തിരിക്കുന്ന യേശുവിനെ തകർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് റോമർക്ക് ലേഖനം 8:32 കർത്താവിന്റെ സ്നേഹത്തിൽ നിങ്ങളെ ആര് വേർതിരിക്കും? കഷ്ടതയോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ, ഇപ്പോഴുള്ളതിനോ ഉയരത്തിലുള്ളതിനോ വരുവാനുള്ളതിനോ ഏതൊന്നിനും എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ലാസർ വിളിച്ചു പറഞ്ഞു, ഓ കൃമികളെ, പുഴുക്കളെ, രോഗമേ, എന്റെ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത സഹോദര, അയാൾക്ക് പറയാൻ വീടില്ല, വസ്തുവില്ല, ബംഗ്ലാവില്ല, ലോകമില്ല, ആഹാരമില്ല, വസ്ത്രമില്ല, പ്രിയപ്പെട്ടവരാരുമില്ല, മരിച്ചപ്പോൾ അടക്ക ശുശ്രൂഷ ചെയ്യാനും ആരുമില്ല. പക്ഷെ അയാൾക്ക് എല്ലാമായി യേശു ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചോദിക്കട്ടെ,
നിനക്ക് ആരുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, യേശുണ്ടോ? യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടോ? അയ്യോ, സ്വീകരിച്ചിട്ടില്ല എങ്കിൽ തങ്ങൾ എവിടെ ചെന്ന് ചേരും? ഹല്ലേലൂയ. ലാസറിന് മറ്റൊന്നും പറയാനില്ല. അയാൾ പറയും, എന്റെ യേശു എനിക്കുണ്ട്, എന്റെ യേശു ഉണ്ട്. അയാൾ മരണത്തിന് സമയമായപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരെ ദൈവം പറഞ്ഞു, പോയി എന്റെ പൈതലിനെ വിളിച്ചിട്ട് വാ എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ ദൂതന്മാർ താഴെ ഇറങ്ങി വന്ന് ലാസറിനെ സ്വീകരിച്ച് നേരെ എവിടെ കൊണ്ടുപോയി? ഏറെ നാളായി കാണാൻ ആശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ, ഏറെ നാളായി കാണാൻ ആശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാ ഓടാണങ്ങിടുവേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാ ഓടാണങ്ങിടുവേ, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നീടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും. ഹല്ലേലൂയ. ലാസർ മരിച്ചു നേരെ മറ്റൊരു ശരീരം പ്രാപിച്ച് അബ്രഹാമിന്റെ മടിയിൽ ഒരു ചെറുപ്പക്കാരനെ പോലെ രോഗമില്ലാത്ത ശരീരത്തോടെ, പുഴുക്കൾക്ക് തിരക്കം വരുന്ന ശരീരത്തോടെ, കൃമികൾക്ക് അടുക്കാൻ വരുന്ന ശരീരത്തോടെ ലാസറിനെ കാണാം, ലാസറിനെയും കാണാം. എന്നാൽ ലാസർ അബ്രഹാമിന്റെ മടിയിലേക്ക് ഇതാ കയറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ലാസറിനെ ധനവാൻ കണ്ടു. ധനവാൻ ആ കീഴെ കിടന്ന് താഴെ കിടന്ന് അലറി വിളിക്കുകയാണ്. എവിടെ കിടന്ന് വിളിച്ചേ? ധനവാൻ ഇവിടെ കണ്ണടച്ച്, ലാസർ ഇവിടെ കണ്ണടച്ചതും ദൂതന്മാർ കൊണ്ടുപോകാൻ വന്നു. ദൂതന്മാർ കൊണ്ട് എത്തിക്കേണ്ടത് എത്തിച്ചു. എന്നാൽ ധനവാൻ കണ്ണടയ്ക്കുമ്പോൾ പിശാചിന്റെ ദൂതന്മാർ, പാതാളത്തിലെ ദൂതന്മാർ കടന്നു വന്ന് അവനെ വലിച്ചെടുത്ത് നേരെ എവിടെ കൊണ്ടുപോയി? പാതാളത്തിലേക്ക് കൊണ്ടുപോയി. നേരെ പോയി പ്ലമ്മെന്ന് വെള്ളത്തിനകത്ത് വീഴുമ്പോൾ വീട് കണ്ണു തുറന്നപ്പോൾ കണ്ണിനകത്ത് പുഴുക്കൾ, കാതിനകത്ത് പുഴുക്കൾ, വായ്ക്കകത്ത് പുഴുക്കൾ. അയ്യോ, വെള്ളം ദാഹിച്ച് വരളുന്നു. അയ്യോ, ഒരു തുള്ളി വെള്ളമില്ല, ഞെക്കി കൊല്ലുന്നുണ്ട്. ഒന്ന് ചത്തെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് ചാടുന്നുണ്ട്. നോക്കുമ്പോൾ കൃമികൾ പുതപ്പായിരിക്കുന്നു, പുഴുക്കൾ മെത്തയായിരിക്കുന്നു. അവിടെ ആണിക്കത്തുന്ന തീ, വെള്ളം കിട്ടുന്നില്ല. ആയിരക്കണക്കിന് ജനങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം, യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ, വേദ പുസ്തകം 9, 10, 11 വാക്യം വായിക്കുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 9, 10, 11 വാക്യം വായിക്കുമ്പോൾ ആ മനുഷ്യൻ പോകുന്നതിന് തൊട്ട് മുൻപ് പോയ സകല വ്യക്തികൾ അതിനകത്തുണ്ട്. അനേക കൂട്ടുകാർ, പാവികൾ, അനേകം പരിചയമുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. അവരെല്ലാം ഓരോ വ്യക്തികളും താഴോട്ട് ചെല്ലുമ്പോൾ, പാതാളത്തിലോട്ട് ചെല്ലുമ്പോൾ തൊട്ട് മുമ്പ് പോയ പാവികൾ, അതുവരെയും വർഷങ്ങൾ കൊണ്ടേ പോയ പാവികൾ അതിനകത്ത് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ മനുഷ്യൻ താഴെ നേരെ പോകുമ്പോൾ പരിചയമുള്ള എല്ലാവരും ഒരുമിച്ച് അലറും, അയ്യോ നീയും ഇങ്ങ് പോന്നോ? നീ ഞങ്ങളെ പോലെ ബലഹീനായോ? ആ കൺവെൻഷന് പോയിട്ടും നീ മാനസാന്തരപ്പെട്ടില്ലയോ? നീ ആ ട്രാക്ട് കിട്ടിയിട്ടും ആ വേദപുസ്തകം കിട്ടിയിട്ടും നീ അവിടെ മാനസാന്തരപ്പെട്ടില്ലയോ? യേശുവിന്റെ വചനം അനുസരിച്ചില്ലയോ? ഞാൻ എത്രയോ കാലം കൊണ്ട് ഈ തീച്ചുളക്കകത്ത് കിടക്കുന്നു. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളിനി പാപം ചെയ്യത്തില്ല, ഞങ്ങളിനി കള്ളം ചെയ്യത്തില്ല, ഞങ്ങൾ നാട്ടിൽ വിടണമേ, ഞങ്ങൾ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചോളാം, ഞങ്ങൾ വചനം അനുസരിച്ചുകൊള്ളാം, കള്ളം ചെയ്തത് കപടം ചെയ്ത് വിട്ടുകൊടുക്ക എന്ന് അലറി വിളിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ പാതാളത്തിൽ കിടക്കുകയാണ്. മനുഷ്യർ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഇന്ന് രാത്രി ചോദിക്കട്ടെ, രക്ഷ കരസ്ഥമാക്കിയിട്ടുണ്ടോ? എവിടെ പോയി വീഴും? ആമേൻ. യെശയ്യാ 14:9 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ വായിച്ചേ, നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാ, കീഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. വായിച്ചേ. നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെ നിന്നോട് നീ ഞങ്ങളെ പോലെ ബലഹീനരായോ? ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. താഴെ പോയി. ധനവാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പള്ളി പരിചയമുണ്ട്. അബ്രഹാം പിതാവെന്ന് വിളിക്കാൻ അറിയാമെങ്കിൽ അയാൾക്ക് പള്ളി പരിചയമുണ്ട്. ഒരുപാട് സാധുക്കൾക്ക് ദാനം ചെയ്ത് കാണും. ആമേ. സാധുക്കൾക്ക് ദാനം ചെയ്യുന്നത് നല്ലതാണ്. 500 പള്ളി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ പേര് സ്വർണ്ണലവി കൊത്തുന്നത് നല്ലതാണ്. ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് എന്റെ പേര് എഴുതി വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇതൊന്നും എന്നെ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതല്ല. ഇതൊന്നും പിന്നെയോ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ
സ്വീകരിക്കാതെ ഈ ലോകത്തിൽ എന്തെല്ലാം ചെയ്താലും ചെയ്യുന്ന ഒരു നീതി പ്രവർത്തികളിലൂടെ ഒറ്റ വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിക്കാതെ ഒരു വ്യക്തിക്ക് അപ്പന്റെ രാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. ഈ മനുഷ്യൻ അബ്രഹാമിനെ അറിയാമായിരുന്നു. അബ്രഹാം പിതാവേ, ഓ എന്നെ രക്ഷിക്കണമേ. ലാസറിന്റെ ലാസറിനെ കാണാനുള്ള കണ്ണുണ്ട്. സംസാരിക്കാൻ അലറി വിളിക്കുകയാണ്. അയ്യോ, സുവിശേഷ ഘോഷണം നാടെങ്ങും കേൾക്കുമ്പോൾ വയറ്റിപ്പിടപ്പെന്ന് കരുതി പുഴുകടിക്കുന്ന ദേഹം പൊള്ളുന്നേ, ഇതിനൊരു മോചനമില്ലേ? പുഴുകടിക്കുന്ന ദേഹം പൊള്ളുന്നേ, ഇതിനൊരു മോചനമില്ലേ? നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ? ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ? പുക വലിച്ചു ഞാൻ മധ്യാലഹരിയിൽ മാന്യനായി നടന്നു. പുക വലിച്ചു ഞാൻ മധ്യാലഹരിയിൽ മാന്യനായി നടന്നു. ഇപ്പോൾ പുകയും ഗന്ധകവും എൻ അകത്തും പുറത്തും പുഴുവും. ഇപ്പോൾ പുകയും ഗന്ധകവും എൻ അകത്തും പുറത്തും പുഴുവും. നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ? ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ? നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ? ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ? ആര് പറഞ്ഞില്ല? നേരെ ഞാൻ എന്തോ ആണെന്ന്. യേശുവിനെ കണ്ടിട്ടും കാണാത്തവരെ പോലെ സത്യവചനം കേൾക്കുമ്പോ കാലി കൊണ്ട് ചവിട്ടിയെറിഞ്ഞ് തിരുവചനം വായിക്കേണ്ട സമയത്ത് വായിക്കാതെ രക്ഷിക്കപ്പെടാതെ സത്യ ഉപദേശം കേൾക്കുമ്പോൾ ചവിട്ടി പുറത്താക്കുന്ന മനുഷ്യ, നീ എവിടെ പോയി ചേരും? ഇന്ന് രാത്രി യേശു മാത്രം കർത്താവ്. അപ്പോസ്തലപ്രവൃത്തി 4:12 മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. ഈ യേശുവിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്കും വേറെ ഒന്നിലൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്നേഹിതരെ, ഇവിടെ കിടന്ന് ധനവാൻ അലറുകയാണ്. എന്നെ അങ്ങ് അയക്കണമേ, എന്റെ വീട്ടിലങ്ങ് അയക്കണമേ, ലാസറിനെ ഇങ്ങോട്ട് അയക്കണമേ. നാവിനെ തണുപ്പ് വെള്ളം കിട്ടുന്നില്ല. ഇവിടെ എല്ലാം കിട്ടി. ഇവിടെ യേശു ഉണ്ടായിരുന്നു, ഇവിടെ കാർ ഉണ്ടായിരുന്നു, ഇവിടെ മാറി മാറി ധരിക്കാൻ വസ്ത്രമുണ്ടായിരുന്നു, ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു, ഏത് വെള്ളം വേണം കുടിക്കാനുണ്ടായിരുന്നു. അയ്യോ, ധനം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ യേശു മാത്രമില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിനക്ക് എന്തുണ്ടാകട്ടെ ഇല്ലായിരിക്കട്ടെ, യേശു നിന്റെ അകത്തില്ലെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പോകുന്ന സ്ഥലം ഇവിടെയാണ്. നീ രാത്രി അപ്പന്റെ അടുക്കൽ വന്നാൽ നിന്റെ പൈസ അപ്പച്ചന് വേണ്ട, നിന്റെ ദാനധർമ്മ അപ്പച്ചന് വേണ്ട. നീ മുട്ടുമടക്കി ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് യേശുപ്പാ എന്നെ രക്ഷിക്കണമേ, രക്തം കൊണ്ട് എന്നെ കഴുകി എന്റെ പാപത്തെ പോക്കണമേ എന്ന് കരഞ്ഞാൽ ഇന്ന് രാത്രി നിനക്കൊരു വിടുതലുണ്ട്. ഇന്ന് സ്വത്രം പള്ളി ആരെങ്കിലും പോകുന്നു പറഞ്ഞാൽ തർക്കിക്കും, തടുക്കും, നീ പോകരുതെന്ന് പറയും. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് 5 സഹോദരങ്ങളുണ്ട്, അവരിവിടെ വരാതിരിക്കാൻ അവരോട് സുവിശേഷം. അവിടെ ചെന്നപ്പോഴാണ് ബോധം വീണത്. കണ്ടോ, അവിടെ ചെന്ന് ഈ പുഴുക്കളുടെ കടിയേറ്റപ്പോൾ മനസ്സിലായി, അയ്യോ ഇതിനകത്ത് ആർക്കും വരാൻ പറ്റത്തില്ല, എന്റെ സഹോദരന്മാരെ രക്ഷിക്കണമേ. അബ്രഹാം പറഞ്ഞു, അവിടെ സുവിശേഷം പറയുന്ന ആൾക്കാരുണ്ട്, പാങ്കോട്ടോളം ദേശനിവാസികളെ. അതുകൊണ്ടാണ് ചിറ്റാക്കോട് ദേശത്ത് നിന്ന് ഞങ്ങളെ ഈ ദേശത്ത് അയച്ചത്. പകൽ യാഥാർത്ഥ്യമെങ്കിൽ, രാത്രി യാഥാർത്ഥ്യമെങ്കിൽ, ജനിച്ചാലൊരു മരണം യാഥാർത്ഥ്യമെങ്കിൽ, നിത്യ നരകവും നിത്യതയും യാഥാർത്ഥ്യമാണ്. താങ്കൾ ഇന്ന് ഏത് തിരഞ്ഞെടുക്കും? മനുഷ്യന്റെ വയസ്സ് പ്രായ ഭേദമില്ല. ഇന്ന് വയസ്സിന്റെ പ്രായമുള്ള ഭേദമില്ല. പോകുന്നവർ തിരികെ വരുന്നില്ല, കിടക്കുന്നവർ എഴുന്നേൽക്കുന്നില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെടുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അയാൾ പിന്നെ എവിടെ ചെന്ന് ചേരും? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 48, 49, 50 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 48, 49, 50 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. പിന്നെയും അവർ അത് വലിച്ചു കരക്കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങൾ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോക അവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയും. തീച്ചൂളക്കകത്ത് ഇടുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കും, ഇവിടെ നമ്മൾ സ്തോത്രം നല്ലൊരു അടക്ക ശുശ്രൂഷ കിട്ടിയാൽ സ്വർഗത്തിൽ പോകുന്നതാണ് കരുതുന്നത്. എന്നാൽ 2 കൊരിന്ത്യർ 5:10 പറയുമ്പോൾ വായിക്കുമ്പോൾ, അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ
ചെയ്തത് നല്ലതാകലും തീയതാകലും അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മൾ ഓരോരുത്തരും ന്യായാസനത്തിന് മുന്നിൽ നിൽക്കേണ്ടതാകുന്നു. ആമേൻ. പാപം ചെയ്യുന്ന സകല മാന വ്യക്തികളും ന്യായാസനത്തിന് മുമ്പിൽ ഒരു ദിവസം നിന്നേ തീരൂ. ന്യായം വിധിക്കുന്ന ഒരു ന്യായ വിസ്താര കോടതി ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചു കേട്ടെ, ഇവിടെ സ്വത്രം കൊലക്കുറ്റം ചെയ്ത ഒരു കൊലയാളി സ്വത്രം ജയിലിൽ കിടക്കുകയാണ്. പിറ്റേ ദിവസം അയാളെ തൂക്കിന് വിധിച്ചു എന്ന് വെച്ചോളുക, തൂക്കിന് വിധിച്ചിരിക്കുകയാണ്. എന്നാൽ തലേ ദിവസം രാത്രി അയാൾ മരിച്ചാൽ കേസ് കളയോ ഇല്ലയോ? ആള് മരിച്ചാൽ കേസ് തീരുമില്ലേ? തീരും. പക്ഷേ സ്വർഗത്തിലെ കേസ് തീരത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു ചാക്ക് നോട്ടുണ്ടെങ്കിൽ കേസ് ഒതുക്കി തീർക്കാം, എന്നാൽ സ്വർഗത്തിലെ കേസ് ഒതുക്കി തീർക്കാൻ പറ്റത്തില്ല. ഇവിടെ എത്ര ഒളിച്ചു വെച്ച രഹസ്യ കാര്യങ്ങളും സ്വർഗം തൊണ്ടി സഹിതം ന്യായവിസ്താര സഭയിൽ പൊക്കി കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, നീ എത്ര ഒളിച്ചാലും നിന്നെ പൊക്കിയെടുത്ത് സകല രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു വെള്ള സിംഹാസനമുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിച്ചേ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും വലിയൊരു വെള്ള സിംഹാസനവും അതിലിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും നീങ്ങിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. കണ്ടോ, ഈ കാണുന്ന ആകാശം നീങ്ങിപ്പോകും, ഭൂമി അതിരിപ്പിടിയും വെട്ടിപ്പിടുത്ത ഓട്ടമാണ്. അയ്യോ, അടിയും വെട്ടും കൊലക്കേസ് നടക്കുന്നത് എന്തിനാണ്? ഈ വസ്തുവിനും ഈ ലോകത്തിലുള്ള ചില കാര്യത്തിന് വേണ്ടിയാണ്. സ്വത്രം അടിയും വെട്ടും കുത്തും കേസ് നടക്കുന്നത്. ഇന്ന് ജയിലിൽ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം ഇതിനു വേണ്ടിയാണ്. പക്ഷെ കർത്താവ് പറഞ്ഞ ഭൂമി മാറിപ്പോകും, ആകാശം നീങ്ങിപ്പോകും, ഇതെല്ലാം പേപ്പർ പോലെ ചുരുണ്ടുപോകും. സ്നേഹിതരെ, ഇതിനു വേണ്ടിയാണ് ഇന്ന് കൊല നടക്കുന്നത്. വായിച്ചേ അടുത്ത വാക്യം. ഒന്നുകൂടെ വായിച്ച 11 മുതൽ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും ആ സിംഹാസനത്തിന്റെ മുൻപിൽ ഒരു വ്യക്തിക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് ഇവിടെ ഒരു ചാക്ക് നോട്ടുണ്ടെങ്കിൽ ചെയ്ത പാപത്തെ ഒതുക്കി തീർക്കുക. ഭാര്യയുടെ മുൻപിൽ ഒരു ജീവിതം, ഭർത്താവിന്റെ മുമ്പിൽ ഒരു ജീവിതം, മാതാപിതാക്കളുടെ മുൻപിൽ ഒരു ജീവിതം, പള്ളി ഭക്തനായി ഭക്തിയുടെ വേഷം നടിച്ച് പാപം ചെയ്യുന്ന മനുഷ്യ, ഒരു ദിവസം ഈ പാപം ഏറ്റുപറയാതെ നീ ഈ ഭൂമി വിട്ട് കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ പാപം വിട്ടു ഇവിടം വിട്ടു പോയാ നീ ഈ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് ഇച്ഛായി ഇമ്മായി മടക്കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റു പറഞ്ഞ് ആ രക്തത്താൽ കൈകൾ പ്രാപിച്ച നമുക്ക് ആ ന്യായവിസ്താര സഭയിൽ നിന്ന് രക്ഷപ്പെടാം. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എവിടെ ഇരിക്കുന്ന വ്യക്തിയായാലും താങ്കൾ എത്ര കൊടുമ്പാവിയായാലും ശരി, കുഴപ്പമില്ല. ആമേൻ. താങ്കൾ പറയും, ഞാൻ എന്നെ ആരും പിടിക്കത്തില്ല. സ്വത്രം ഓബദ്യാവിന്റെ പുസ്തകം 3-4 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഓബദ്യാവിന്റെ പുസ്തകം 3-4 വാക്യം വായിക്കുമ്പോൾ നീ എവിടെ തന്നെ കൂട് വെച്ച് ഒളിച്ചിരുന്നാലും നിന്നെ സ്വർഗം ഇറക്കി കൊണ്ടുവരുന്ന രാത്രി ഇത്ര വായിച്ചേ. ഓബദ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. പാർക്കുന്നവനും ഉന്നത വാസമുള്ളവനും എന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ നീ കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 1 യോഹന്നാൻ 5:8 വായിക്കുമ്പോൾ, ഹബക്കൂക്കിന്റെ പുസ്തകം 2:11 വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 10-ാം അധ്യായം 14-15 വായിക്കുമ്പോൾ, സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ആ വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ ആരെല്ലാം സാക്ഷ്യം പറയാൻ കാണും? 1 യോഹന്നാൻ 5:8 നോക്കിയേ. ആമേൻ. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊന്നും ദൈവം നോട്ട് ചെയ്യുന്നില്ലെന്ന്. സ്വർഗത്തിലെ സ്കാനിംഗ് ഉള്ള കണ്ണിന്റെ മുൻപിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടുത്തെ ക്യാമറയുടെ മുൻപിൽ ഇവിടുത്തെ ഒരു വ്യക്തിയുടെ പാപത്തെ ഒളിക്കാൻ കഴിയത്തില്ല. സ്വർഗത്തിൽ ആർക്കും മറക്കാൻ പറ്റാത്ത, എവിടെ ഒളിച്ചിരുന്ന് ചെയ്താലും പിടിക്കുന്ന ഒരു ക്യാമറ സ്വർഗത്തിലുണ്ട്. തീർന്നില്ല, സ്വർഗത്തിലെ ഈ ഭൂമിയിലുള്ള ചിലതിനും ദൈവത്തിന്റെ ക്യാമറ കൊടുത്ത് ആക്കിയിട്ടുണ്ട് ചിലരെ പിടിക്കാൻ. വായിച്ചേ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ വായിച്ചേ. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്. ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. കേട്ടോ, ഈ 3 പേര് സാക്ഷ്യം പറയാനുണ്ട്. 1 യോഹന്നാൻ 5:8 വായിച്ചേ. രക്തം പറയും, ജലം പറയും, ആത്മാവ് പറയും. മത്തായി സുവിശേഷം 10-ാം അധ്യായം 14-15 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. മത്തായി 10:14-15. ഹബക്കൂക്ക് 2 വായിച്ചേ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെ നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെ കൈക്കൊള്ളാതെയും വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൽ. ഈ കാലിലെ പൊടി, കർത്താവേ ഞങ്ങൾ ഇങ്ങനെ വചനം പ്രസംഗിക്കാൻ വന്നു, അവർ ഞങ്ങളെ സ്വത്രം ഇങ്ങനെയാണ് കാണിച്ചത്. ഈ കാലിലെ പൊടി തട്ടിയുണ്ടല്ലോ, ഈ പൊടി സാക്ഷി പറയാം. അവിടെ വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ
വായിച്ചേ. ന്യായവിധി ദിവസത്തിൽ ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സൊദോമ്യരുടെയും ഗൊമോര്യരുടെയും ദേശത്തിന് സഹിക്കാതാവും. മതി. ഹബക്കൂക്കിന്റെ പുസ്തകം. അപ്പോ വെള്ളം വരും, പിന്നെ കാലിൽ തട്ടിക്കളഞ്ഞ പൊടി വരും, പിന്നെ രക്തം വരും, ജലം വരും, ആത്മാവ് വരും. ഹബക്കൂക്കിന്റെ പുസ്തകം 2:11 വായിച്ചേ. ചുമരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും നമ്മുടെ വീട്ടിനകത്ത് മുറിക്കകത്ത് വെച്ച് ചെയ്ത പാവത്തെ പിടിക്കാൻ ക്യാമറ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്? കല്ലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ചുവരിലിരിക്കുന്ന കല്ലില്ലേ, ചുവരിലിരിക്കുന്ന മരപ്പണിയില്ലേ, ഇതിന്റെ കയ്യിലുണ്ട്. വായിച്ചേ. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യും. തുലാം ഉത്തരം പറയും. നമ്മളെ ജനല് വാതിലെല്ലാം ഞാൻ തടി കൊണ്ടുണ്ടാക്കിയതാ. ഇത് നിലവിളിച്ച് പറയും. ഈ മുറിക്കകത്താണ് ഇന്ന പാപം ചെയ്തത്. നിലവിളിച്ച് പറയും. വീണ്ടും വചനം വായിക്കുമ്പോൾ സങ്കീർത്തനം 50:4 വായിച്ചേ. ആകാശവും ഭൂമി കീഴെ ഇറങ്ങി വരും. ആകാശം ഇറങ്ങി വരും, ഭൂമി ഇറങ്ങി വരും, രക്തം വരും, ജലം വരും. വായിച്ചേ. 50. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കും. അപ്പൊ ആകാശം നീങ്ങി, ഭൂമി നീങ്ങി, അതിന്റെ നടുവിലാണ് വെള്ള സിംഹാസനം ഇട്ടിരിക്കുന്നത്. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നവൻ സ്തോത്രം രാജാതി രാജാവാണ്, പാപമില്ലാത്ത ദൈവമാണ്. ദൈവത്തിന്റെ മുമ്പിൽ മരിച്ച ആവാലവർത്ത് വരും. സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുകയാണ്. അതിന്റെ മുൻപിൽ സ്തോത്രം സാക്ഷികളായി കൊണ്ടുവന്ന രക്തത്തെയാണ്. ജലത്തെ, രക്തം, ജലം, ആത്മാവ്, പിന്നെ ആകാശം, ഭൂമി, കല്ല്, പിന്നെ മരം, പിന്നെ എന്തോന്ന്, കാല്, പൊടി, പിന്നെ എന്തോന്ന്, സ്വത്രം. ഇത്രയും പേരെ കൊണ്ടുവന്ന് അവിടെ നിർത്തും. അപ്പൊ രക്ഷപ്പെടാൻ ഒരു പഴുതും ഇല്ല, എല്ലാத்தைയും കൊണ്ട് നിർത്തും. വായിച്ചേ. വെളിപ്പാട് പുസ്തകം 20:11 മുതൽ. ശ്രദ്ധിക്കണമേ. സിംഹാസനം നിങ്ങൾ കണ്ണിൽ കാണണം. അതിലിരിക്കുന്ന രാജാവിനെ കാണണം. അതിന്റെ ചുറ്റും നിൽക്കുന്ന ദൂതന്മാരെ കാണണം. അതിന്റെ ചുറ്റും കോടിക്കണക്കിന് ജനങ്ങൾ പാതാളത്തിനകത്ത് കിടന്നതും എവിടെയെല്ലാം മരിച്ചുപോയോ അവരെല്ലാം വിളിച്ചു വരുത്തി അവിടെ നിർത്തിയിരിക്കുന്ന രംഗമാണ് വെളിപ്പാട് പുസ്തകം 20:11 മുതൽ വായിച്ചേ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആവാലവൃത്തം വരും. സിംഹാസനത്തിന് മുൻപിൽ നിന്നു. അടുത്ത് പുസ്തകങ്ങൾ തുറന്നു. പുസ്തകം എന്ന മറ്റൊരു പുസ്തകം. ഓരോരുത്തർക്കും ഓരോ പുസ്തകമുണ്ട്. പുസ്തകം അവർ തുറന്നു. ഓരോരുത്തരായിട്ട് പേര് വിളിച്ചു. ഭാര്യയെ ഒളിച്ചും, ഭർത്താവിനെ ഒളിച്ചും, മാതാപിതാക്കളെ ഒളിച്ചും, മക്കളെ ഒളിച്ചും, ദേശത്തെ ഒളിച്ചും, ദൈവവേലക്കാരെ ഒളിച്ചും, സകലരെ ഒളിച്ച് പല പാപങ്ങളും അർദ്ധരാത്രി പട്ടപ്പകൽ ചെയ്തപ്പോൾ ആരും കണ്ടില്ല. ഏറ്റവും വലിയ പാപം ചെയ്തു. എന്നിട്ട് പണം കൊടുത്ത് ഒതുക്കി തീർത്തു. കേസും തീർത്തു. അവിടെ കോടതിയിൽ കേസ് വലിച്ചു കീറി, തെളിവെല്ലാം നശിപ്പിച്ചു. എന്നിട്ടും സ്വർഗത്തിലെ തെളിവ് നശിച്ചില്ല. ഇവിടെ എത്ര തെളിവ് നശിച്ചാലും, എത്ര കാലപ്പഴക്കം ചെന്ന കേസായാലും, ഇവിടെ യേശുവിന്റെ മുന്നിൽ മുട്ടുമടക്കി പാപങ്ങൾ ഏറ്റുപറയാത്ത മനുഷ്യ, ഇവിടെ എത്ര ഒതുക്കി തീർത്താലും ഒതുക്കി തീർക്കാത്ത ഒരു കോടതിയിൽ രാജാതി രാജാവായി യേശു ഇരിക്കുമ്പോൾ താങ്കളുടെ കേസ് അവിടെ തെളിയുമെന്ന് ഇന്ന് രാത്രി തിരുവചനം വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ദേശനിവാസികളെ, യേശുവിന്റെ മുന്നിൽ കീഴടങ്ങ്. വായിച്ചേ. പുസ്തകങ്ങൾ തുറന്നു. ഓരോരുത്തരെയും പേര് വിളിക്കാൻ തുടങ്ങി. പേര് വിളിച്ച് പുസ്തകം തുറന്നു. പേര് വിളിച്ചപ്പോ കൂട്ടുകാരും ബന്ധുക്കളെല്ലാം ഒളിച്ച ചെയ്ത് എല്ലാവരും അങ്ങ് നിരന്ന് നിൽക്കുക. സ്വർഗത്തിലെയും പേര് വിളിച്ചു. പേര് വിളിച്ചോടനെ ഫ്രണ്ടിലോട്ട് വന്നു. ഓരോ പാപങ്ങളായിട്ട് പറയാൻ തുടങ്ങി. നീ ഇന്ന പാപം ചെയ്തില്ലയോ? അയാൾ അലറി വിളിച്ചു, കർത്താവേ ഞാൻ ചെയ്തിട്ടില്ലേ. എന്റെ ദൈവം ആകാശത്തെ വിളിച്ചു, ഭൂമിയെ വിളിച്ചു, രക്തത്തെ വിളിച്ചു, ജലത്തെ വിളിച്ചു, ആത്മാവിനെ വിളിച്ചു, കല്ലിനെ വിളിച്ചു. സ്വത്ര ആകാശത്തിന് കീഴിൽ ചെയ്ത ആകാശം പറഞ്ഞു, ഭൂമിയിൽ വെച്ച് ചെയ്ത് ഭൂമി പറഞ്ഞു, മുറിക്കകത്ത് ചെയ്ത് മുറി പറഞ്ഞു, രഹസ്യത്തിൽ ഒളിച്ചു ചെയ്ത സ്ഥലത്ത് നിന്ന് പറഞ്ഞു, പൊടി സാക്ഷ്യം പറഞ്ഞു. എല്ലാ തെളിവ് നിരത്തിയതിന്റെ കൂട്ടത്ത് സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗത്തിൽ ദൈവം പിടിച്ച ആ വീഡിയോ കൂടെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. തൊണ്ടി സഹിതം ഏത് സ്ഥലത്ത്, ഏത് റോഡിൽ, എത്ര മണിക്ക്, എന്ന്, ആരാണ് വിഷയം, എന്താണ് വിഷയം, സകലതും തൊണ്ടി സഹിതം സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ നിന്നു. ഈ മനുഷ്യന് ഒരു ഒഴിവുതിരിവും പറയാൻ പറ്റിയില്ല. കോടതിയിൽ ജഡ്ജിയുടെ കണ്ണ് വെട്ടിക്കുക, അഡ്വക്കേറ്റിന്റെ കണ്ണ് വെട്ടിക്കുക, കേസിനെ തിരുത്തി എഴുതുക. എന്നാൽ രാജാവിന്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റുമോ? ഇന്ന് രാത്രി മറ്റൊരുവൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. ആ യേശുവിന്റെ മുൻപിൽ വന്ന് നീ എത്ര കൊടുപ്പാവിയായാലും ഈ രക്തത്തിന്റെ മുൻപിൽ വന്ന് പറ, യേശുവേ ഞാൻ
പാപിയാണ്, ആ രക്തം കൊണ്ട് എന്നെ കഴുകണമെന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സകലമായ പാപവും യേശു കഴുകിക്കളയും. ഇവിടെ നിന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ പാപം പിന്നെ അവിടെ കാണത്തില്ല, അതെന്റെ ദൈവം ഓർക്കത്തില്ല. ഒരു പൈസയ്ക്ക് ചെലവില്ല. ഈ ആരാധനയ്ക്കകത്തിരിക്കുന്ന സഹോദരങ്ങളെ, ഈ ദേശനിവാസികളെ, നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നിടത്ത് ഹൃദയത്തിന്റെ അകത്ത് നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥന ഉയരട്ടെ. അപ്പാ, ഞാൻ ഇന്ന പാപം ചെയ്തു, ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, ആ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ, എന്നെ നരകത്തിൽ തള്ളിയിടലേ, എനിക്ക് എന്റെ യേശുവിന്റെ അടുത്ത് വരണോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കും? അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. പുസ്തകങ്ങൾ എഴുതിയിരുന്ന ഒത്തവണ്ണം, പുസ്തകങ്ങൾ എഴുതിയിരുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത ആരെല്ലാം എന്തെല്ലാം ചെയ്തോ അവരവർക്ക് അടുത്ത പ്രവൃത്തിക്ക് തക്ക വിധി അവിടെ ഉണ്ടായി. അടുത്ത മരണത്തെയും പാതാളത്തെയും തള്ളിയിട്ടു. രണ്ടാമത്തെ മരണം. ശ്രദ്ധിച്ച് കേൾക്കണമേ, അത് ടക്കനെ പറഞ്ഞ് നിർത്തുന്നു. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. നോക്കിയേ, ഇപ്പൊ ഒരു വ്യക്തി ഈ ഭൂമിയിൽ മരിച്ചാൽ ആ വ്യക്തി യേശുവിനെ കണ്ടുമുട്ടാത്ത വ്യക്തിയിൽ നേരെ പോകുന്ന ഒരു സ്ഥലമാണ് പാതാളം. ഈ പാതാളത്തിൽ നിന്നാണ് വെള്ളസിംഹാസന ന്യായവിധിയിൽ യേശു വെള്ളസിംഹാസനത്തിൽ ന്യായം വിധിക്കുമ്പോൾ ഈ പാതാളത്തിലുള്ള സകല പുള്ളികളെ അവിടെ വിളിക്കും. അവിടെ വിളിച്ചു വെച്ച് ന്യായവിസ്താരം കഴിഞ്ഞാൽ പിന്നെ അവരയക്കുന്ന സ്ഥലമാണ് നരകം. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പൊ കിടക്കുന്ന എല്ലാവരും ഇവിടെ കിടക്കുക പാതാളത്തിൽ. ഇനി അവരെ ന്യായവിസ്താര സഭയെ കൊണ്ട് നിർത്തി ഇപ്പോഴും പുഴുവിനകത്താണ്, തീക്കകത്താണ്. കെടാത്ത ചാകാത്ത പുഴുവും കൃമിക്കകത്താണ്. ഇതിന്റെ ഹൈ സ്പീഡിലാണ് അടുത്ത് പോകാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇവിടെ തന്നെ പിടിച്ചിരിക്കാൻ പറഞ്ഞില്ല. അപ്പൊ അടുത്തത് പിശാചിന് വേണ്ടി ഒരുക്കിയതാണ് നരകം. അത് സാത്താന ദൂതന്മാർക്ക് ഒരുക്കിയതാണ് നരകം. അതിന്ന് മനുഷ്യൻ ഒറ്റയ്ക്ക് പാപം ചെയ്ത് അത് വാങ്ങിക്കൊണ്ടിരിക്കുക. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നരകം നിന്നെ വിട്ടോടും. ക്രൂശിൽ മരിച്ചത് എനിക്കാണെന്ന് നീ വിശ്വസിച്ചാൽ, ആ രക്തത്തിന്റെ മുൻപിൽ വീണാൽ മരണം നിന്നെ വിട്ടോടും, നരകം നിന്നെ വിട്ടോടും. യേശുവിനെ കർത്താവായി സ്വീകരിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞാൽ ഈ നിത്യ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഹല്ലേലൂയ. അടുത്തവർ വായിച്ചേ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തള്ളിയിടും. സർട്ടിഫിക്കറ്റിൽ പേരുണ്ട്, റേഷൻ കാർഡിൽ പേരുണ്ട്, ആധാറിൽ പേരുണ്ട്, മുനിസിപ്പാലിറ്റിയിൽ പേരുണ്ട്, പഞ്ചായത്തിൽ പേരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ? വോട്ടേഴ്സ് കാർഡിൽ പേരുണ്ട്, ബാങ്കുകളിൽ പേരുണ്ട്. ബാങ്ക് ഇലക്ഷന് നിങ്ങളുടെ പേരുണ്ടോ? വോട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ? ഇവിടുത്തെ റേഷൻ കാർഡ് നമ്മൾ കണ്ണടച്ചാൽ 2 കിലോ അരി കിട്ടിയാൽ വെട്ടിക്കുറയ്ക്കും. അരി വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച പൈസ അടക്കേണ്ടി വരും. അങ്ങനെയാണ് ഇവിടുത്തെ നിയമം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടെയുള്ള എല്ലാ ബുക്കിലും നമ്മുടെ പേരുണ്ട്, എല്ലാ രജിസ്റ്ററിലും നമ്മുടെ പേരുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സർവശക്തന്റെ കയ്യിൽ ആർക്കും കീറിക്കളയാൻ പറ്റാത്ത, ആർക്കും മായ്ക്കാൻ പറ്റാത്ത, ആർക്കും എടുക്കാൻ പറ്റാത്ത ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിന്റെ എല്ലായിടത്തും നിന്റെ പേര് കാണും. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ നീ തള്ളപ്പെടും. നീ നിത്യ നരകത്തിൽ ഓഹരിക്കാരനായി തീരും. ഇന്ന് രാത്രി സ്നേഹിത സഹോദര, ആ സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ? ആളിക്കത്തുന്ന തീക്കകത്ത് പോകണമോ? ആ കൃമിക്കകത്ത് പോകണമോ? വെള്ളം കിട്ടാത്ത പുഴുക്കൾ മാത്രമുള്ള, കൃമികൾ മാത്രമുള്ള കോടിക്കണക്കിന് ജനങ്ങൾ അലറി വിളിക്കുന്ന എന്റെ ഭൂമിയിൽ വിടണമേ, എന്റെ വീട്ടിൽ പറഞ്ഞു വിടണമേ. ഞാനിനി പാവം ചെയ്യത്തില്ല, ഞാൻ കള്ളം പറയത്തില്ല, ഞാൻ ചീത്ത വിളിക്കത്തില്ല, ദൈവവേലക്കാരെ ഉപദ്രവിക്കത്തില്ല, ദൈവവേലത്ത് തള്ളിക്കളയത്തില്ല, ഞാൻ യേശുവിനായി ജീവിക്കാം, എന്നെ നാട്ടിൽ വിടണമേ എന്ന് അലറി വിളിക്കുന്ന സ്ഥലത്ത് പോകണമോ? അതോ കണ്ണുനീരില്ലാത്ത സ്വർഗത്തിൽ പോകണമോ? ഏത് തിരഞ്ഞെടുക്കും? എന്റെ ശബ്ദം കേൾക്കുന്ന ശ്രോതാവേ, താങ്കൾ ഏത് തിരഞ്ഞെടുക്കും? ആ കർത്താവിന്റെ രാജ്യത്തിൽ തിരഞ്ഞെടുക്കുമോ? അതോ തീക്കകത്ത് പോകാൻ തിരഞ്ഞെടുക്കണമോ? ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്യിൽ തള്ളിയിടും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? 1, രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷകന്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം വായിച്ചേ. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം വായിച്ചേ. റോമർക്ക് ലേഖനം 10-ന്റെ 9. യേശുവിനെ
യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അടുത്ത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും അടുത്ത് വായിക്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നു. വീട്ടിൽ പോയി വായിച്ചോളാം. ഞാൻ ഇത് വായിച്ചങ്ങ് വിടുകയാണ്. അടുത്ത വരി. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ ലജ്ജിച്ചു കർത്താവിൽ നീ വിശ്വസിച്ച് അതിന്റെ പോകത്തില്ല. അടുത്ത് യഹൂദനെന്നും വ്യത്യാസമില്ല. യവനെന്നും വ്യത്യാസമില്ല. കർത്താവ് ഒരുവൻ തന്നെ. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും എന്റെ അപ്പന്റെ മുൻപിൽ മുട്ടുമടക്കി രക്ഷകനെ കർത്താവായി സ്വീകരിക്കുന്ന ഏവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. ഒന്ന്, രക്ഷിക്കപ്പെടും. രണ്ട്, യോഹന്നാൻ 3:3 വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ വായിച്ചേ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം ടക്കനെ വായിച്ചേ. യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. അടുത്ത വരി. നിക്കോദോമസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ? അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ മാനസാന്തരപ്പെടണം. ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും ചെയ്ത പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അതിന് നമുക്ക് വേണ്ട. ഇനി പാവം വേണ്ട. അപ്പാ, ഈ ലോകത്തിലെ പാവ ഇമ്പം എനിക്ക് വേണ്ട. എന്റെ യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച് പാവങ്ങളെ ഏറ്റുപറയണം. 1 രക്ഷിക്കപ്പെടണം. 2 മാനസാന്തരപ്പെടണം. 3 സ്നാനപ്പെടണം. സ്തോത്രം. സ്നാനം എവിടെ കിടക്കുന്നു? സ്തോത്രം. സ്നാനം ആർക്കാണ്? മർക്കോസ് 16 വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16 വായിക്കാൻ ടക്കനെ വായിച്ചേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വായിച്ചേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോ സ്നാനം എപ്പോഴാണ് എടുക്കേണ്ടേ? പതിനെട്ട് കിടക്കുന്നു. സ്നാനം എപ്പോഴാ പറ. ഈ മോൻ ഫ്രണ്ടിൽ ഇരിക്കുന്നു കസേരയിൽ. അവന് വിശ്വസിക്കാറായോ? പറഞ്ഞേ. നോക്കിയവനെ അവനെല്ലാരും കണ്ടോ? കുഞ്ഞിനെ അവന് വിശ്വസിക്കാറായോ? ഇല്ല. യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ അവനറിയാമോ? ഈ പാപം തെറ്റാണെന്ന് പറഞ്ഞാൽ അവനറിയാമോ? എന്നാൽ എപ്പോഴാ സ്നാനം എടുക്കേണ്ടേ? പാപം അറിയാനുള്ള പ്രായം വന്ന ശേഷം വേണം. വിശ്വാസം വന്ന ശേഷം. യേശു എപ്പോഴാണ് സ്നാനം വരുന്നത്? സ്നാനം എപ്പോഴാണ്? വിശ്വാസം. അപ്പൊ എത്ര വയസ്സ് വേണം? ഒരു കുറഞ്ഞത് ഒരു 7-8 പഠിക്കുമ്പോഴൊക്കെ കുറെയെങ്കിലും ആ കുഞ്ഞിന് നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ തിരുവചനമാണ് പറയുന്നത്. ഞാൻ വേറെ ആരും ധിക്കരിക്കുകയോ മോശക്കാരാക്കുകയോ ചെയ്യല്ല. എന്നെക്കാളും നിങ്ങൾ ശ്രേഷ്ഠരാണ്. എന്നെക്കാളും തിരുവചന വെളിപ്പാട് നിങ്ങൾക്കുണ്ട്. എൻ്റെ മുൻപിൽ ഇരിക്കുന്നവർക്ക്, ഈ ദേശത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ പ്രസംഗിക്കുന്ന ശാലിനി സിസ്റ്ററിനേക്കാൾ വചന വെളിപ്പാട് നിങ്ങൾക്കുണ്ട്. ഇതിനകത്തിരിക്കുന്നവർക്കുണ്ട്. ഞാൻ പറയുന്നത് ബൈബിളിലെ വാക്യമാണ് പറയുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നല്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ സ്നാനം എപ്പോൾ? വിശ്വാസം വന്ന ശേഷം. വിശ്വാസം വരുന്ന എപ്പോൾ? കൊച്ചു വാവയ്ക്ക് വിശ്വാസം വരാൻ പറഞ്ഞാൽ ആ കുഞ്ഞിനെ നിർത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നീ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ കുഞ്ഞ് സംസാരിക്കാൻ പോലും പ്രായമായില്ല. ആ കുഞ്ഞിന് വിശ്വസിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് എപ്പോഴാണ് സ്നാനം എടുക്കേണ്ടത്? നമ്മള് യേശു കർത്താവാണെന്ന് വിശ്വാസം വരണം. ഇങ്ങനെ ജീവിക്കണം. മക്കളെ, നീ സ്നാനം എടുത്താൽ നീ പാപത്തെ വെടിഞ്ഞ് യേശുവിനായി ജീവിക്കണം എന്ന് നമ്മൾ മക്കളോട് പറയുമ്പോൾ അവർക്ക് പ്രായം വരണം, അവർക്ക് അറിവ് വരണം. സ്തോത്രം. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. വിശ്വാസം 1, കർത്താവ് ഒരുവൻ, ആത്മാവ് 1, സ്നാനം 1. സ്നാനം ഒന്നേ ഉള്ളൂ. ഒറ്റ സ്നാനം വായിച്ചേ. എഫേസ്യർ 4:4. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശിക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം 1, ആത്മാവ് 1, കർത്താവ് ഒരുവൻ, വിശ്വാസം 1, സ്നാനം 1. എല്ലാവർക്കും മീതെ ഉള്ളവൻ. അപ്പൊ സ്നാനം ഒന്നേ ഉള്ളൂ. അടുത്ത സ്നാനം ഏത്? മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെ വായിച്ചേ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനക്കരെ. എവിടെന്ന്? ഒന്നുകൂടെ. ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. അപ്പൊ സ്നാനപ്പെടാൻ യേശു എവിടെ നിന്ന് വന്നു? 80-ലധികം കിലോമീറ്റർ യേശു നടന്ന് എവിടെ വന്നു? ഗലീല മുതൽ യോർദാൻ വരെ. യോർദാൻ നദിയിൽ സ്നാനപ്പെടാൻ ഗലീല മുതൽ യേശു നടന്ന് യോഹന്നാൻ സ്നാപകൻ സ്നാനം കൊടുക്കുന്ന
യോർദാനിലേക്ക് വന്നു. അടുത്ത വരി. ഗലീലയിൽ നിന്ന് യോർദാൻ കര അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നു എന്ന് ചോദിച്ചു. അടുത്ത് യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറേ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിന് ശബ്ദമുണ്ടായി. മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോ യേശു ക്രിസ്തു യോർദാൻ നദിയിലാണ് സ്നാനപ്പെട്ടത്. സ്നാനക്കുളത്തിൽ ഇറങ്ങി യേശു സ്നാനപ്പെട്ടു, കരകയറി യോർദാൻ നദിയിലിറങ്ങി സ്നാനപ്പെട്ടു. സ്നാനം എന്ന് പറഞ്ഞ അർത്ഥം നിബഞ്ജന ചെയ്യുക, അർത്ഥമേ കുളി എന്നാണ്. അപ്പൊ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഴുകൽ സ്നാനമാണ് സ്നാനം. നിങ്ങൾ പിണങ്ങണ്ട, തെളിവ് തരാം. റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോഴും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് ഷണ്ഡൻ സ്നാനപ്പെടുത്താൻ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഷണ്ഡനെ സ്നാനപ്പെടുത്താൻ ആത്മാവ് അപ്പോസ്തലനാകുന്ന പൗലോസിനെ കൊണ്ടുപോയി അവിടെ കൊണ്ട് നിർത്തി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എടുത്തേ, അതിനകത്തുണ്ട്. എത്രാം അധ്യായം എടുത്ത് വായിച്ചേ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 8-ാം അധ്യായം വാക്യം 37 മുതൽ വായിച്ചേ. 33 മുതൽ 8:33. അപ്പോസ്തല പ്രവൃത്തികൾ 8:33 മുതൽ വായിച്ചേ. അവന്റെ താഴ്ചയിൽ അവൻ ന്യായം കിട്ടാതെ 34 മുതൽ ഷണ്ഡൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു, തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു. അപ്പോ ഷണ്ഡൻ എന്ന മനുഷ്യൻ തേരിലിരുന്ന് യെശയ്യാവിന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. വീട്ടിൽ പോയി വായിച്ചാൽ മതി, അതിനകത്തെല്ലാം ഉണ്ട്. അപ്പൊ തേരിനോട് ചേർന്ന് ഫിലിപ്പോസ് നടന്നു. എന്നാൽ അടുത്ത് സംസാരിക്കുമ്പോൾ ഷണ്ഡൻ വായിച്ച വചനം അയാൾക്ക് മനസ്സിലായില്ല. സ്തോത്രം. ദൈവദാസൻ ചോദിക്കുന്നു, നീ വായിച്ച വചനം നിനക്ക് മനസ്സിലായോ? അടുത്ത വരി. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവരോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിനെ എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. വെള്ളത്തിനകത്ത് എന്ത് ചെയ്തു? സ്നാനം എങ്ങനെയാ? വിശ്വാസം വരുന്ന പ്രായത്തിലാണ്, വിശ്വസിച്ചിട്ടാണ് സ്നാനം എടുക്കാൻ. യേശു കർത്താവെന്ന് പറയാനുള്ള വിശ്വാസം വേണം. മുഴുകൽ സ്നാനപ്പെടുമ്പോൾ എന്തിനാണ് അങ്ങനെ മുഴുകൽ സ്നാനപ്പെടുന്നത്? റോമർക്ക് ലേഖനം 6:1 മുതൽ ടക്കനെ വായിച്ചേ. റോമർ 6:1. എന്ത് പറയുന്നു? പെരുകേണ്ടതിനെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരെ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാവാൻ സ്നാനമേറ്റിരിക്കുന്നു. യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകാനാണ് സ്നാനം. എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ. അപ്പൊ പള്ളി ചേരാനല്ല സ്നാനം, യേശുവിനോട് ചേരാൻ സ്നാനം. നമ്മൾ പള്ളി ചേർന്ന സ്ഥാനം, ഞാൻ പണ്ട് പള്ളി ചേർന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥാനമാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, തെറ്റിദ്ധരിക്കുകയല്ല. പക്ഷേ യേശുവിനോട് ചേരുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ വിശ്വാസം വന്ന ശേഷം മുഴുകൽ സ്നാനം. ഹല്ലേലൂയ. ഇത് ഞാൻ സത്യം തിരുവചനമാണ് പറയുന്നത്, വേദപുസ്തകത്തിലുള്ളതാണ്. ഈ സ്നാനം എടുക്കാതെ ഞാൻ യേശുവിനോട് എനിക്ക് ചേരാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെടണം, മനസ്സാന്തരപ്പെടണം, പിന്നെ സ്നാനപ്പെടണം, പിന്നെ അടുത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷം യേശു ക്രിസ്തു പറഞ്ഞു, ആമേൻ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണം. മർക്കോസിന്റെ മാളിക മുറിയിൽ യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ 120 പേർ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. അവർ കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ ഓരോരുത്തർ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എവിടെ കിടക്കുന്നു? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം ടക്കൻ എടുത്ത് 1-2 കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37 മുതൽ വായിച്ച്. കർത്താവിന്റെ അപ്പോസ്തലന്മാർ കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ച ശേഷം അവരുടെ സഭയ്ക്കകത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കിയേ. 1:38 മുതൽ വായിച്ച്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ലഭിക്കും. കണ്ടോ? രക്ഷ, മാനസാന്തരം, സ്നാനം. അടുത്ത് നോക്കിയേ.
സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവിൻ ദാനം ലഭിക്കും. അടുത്ത 39 വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടോ. രക്ഷ, മാനസാന്തരം, സ്നാനം, അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, പ്രാർത്ഥന. ഇത്രയും ഒരു ദൈവവചനം ആവശ്യം. ഇനി വിശദീകരിക്കാൻ സമയം പോലെ നിർത്താൻ സമയമായി. നോക്കിക്കേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ നമ്പറിൽ വിളിച്ചോ. വചന സകല തെളിവും നിരത്തി തരാം. വേദ പുസ്തകത്തിനകത്തുള്ളത് മാത്രമേ പ്രസംഗിക്കൂ. കരങ്ങൾ എഴുതി ഹാലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 14:10 മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ജനിച്ചാൽ ഒരു മരണമുണ്ട്. ഈ ഭൂമിയിൽ എന്തൊക്കെ നേടിയാലും നമുക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ സമ്പത്ത് കയ്യിലെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്വതന്ത്ര ബാങ്ക് ബാലൻസ് കയ്യിലെടുക്കാൻ പറ്റത്തില്ല. അക്കൗണ്ട് ബുക്ക് കയ്യിലെടുക്കാൻ പറ്റത്തില്ല. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ മറക്കുന്ന ഒരു ദിവസമുണ്ട് സ്നേഹിതരെ. ആനൊരു സഭാപ്രസംഗി പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 12-1 വാക്യം മുതൽ വായിക്കുമ്പോൾ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ദൈവം തരുന്ന അവസരം പാഴാക്കരുത്. ആ സഭാപ്രസംഗി പുസ്തകം 12-1 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെ വായിക്കുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ വരിയാണ്. യേശു ക്രിസ്തുവിന്റെ 2 സൈഡിൽ 2 കള്ളന്മാർ കിടന്നു. ആമേൻ. ഒരു കള്ളൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അവസാന നിമിഷം തള്ളിപ്പറഞ്ഞ് നരകത്തിൽ പോയി. മറ്റേ കള്ളൻ പറഞ്ഞു, അപ്പച്ചാ എന്റെ പാപത്തെ ക്ഷമിക്കണമേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. യേശു പറഞ്ഞു, ഇന്ന് എന്നോട് കൂടെ പാർദീസിലിരിക്കും. അവിടെ 2 കള്ളന്മാരിൽ ഒരു കള്ളൻ യേശുവിന്റെ രാജ്യത്തിൽ കയറിപ്പോയി. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഈ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തിരുവചനത്തിന്റെ കാതലായ സത്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് ഏത് വേണം? സ്വർഗം വേണമോ നരകം വേണമോ? ഈ കേട്ട വചനം സ്വീകരിച്ച് മുട്ടുമടക്കാൻ ഒരുക്കമാണോ? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 17 മുതൽ അങ്ങോട്ട് 20 വരെ വായിക്കുമ്പോൾ ഹെരോദാവിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്തോത്രം, ദൈവദാസൻ അവർ ചെയ്യുന്ന പാപത്തെ കുറിച്ച് ഉണർത്തിച്ചു. ഹെരോദാവേ, നിന്റെ കൂടെ നടക്കുന്ന സ്ത്രീ മറ്റൊരുത്തന്റെ ഭാര്യയാണ്. നീ ഈ ഭാര്യയെ വിട്ടുകളഞ്ഞ് ദൈവത്തിന്റെ മേൽ കീഴടങ്ങ. ഹെരോദാവിനോട് ദൈവം വാക്ക് പറയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ ദാസനാകുന്ന ആമേൻ ദൈവദാസന്റെ വചനം അവർ കേട്ടില്ല, തള്ളിക്കളഞ്ഞു, അവസരം പാഴാക്കി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24-25 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഫെലിക്സും ദുർസില്ലയുമായി അപ്പോസ്തലനാകുന്ന പൗലോസിനെ വചനപ്രസംഗം കേൾക്കാൻ വിളിച്ചു വരുത്തി. അവർ 2 പേര് വചനം കേട്ടുകൊണ്ടിരുന്നു. നീതി, ന്യായവിധി, ഇന്ദ്രിയജയം എന്നിവയെ കുറിച്ച് അപ്പോസ്തല ശക്തമായിട്ടുള്ള വചനം പ്രസംഗിച്ചു. വചനം പ്രസംഗിച്ചപ്പോൾ ഫെലിക്സ് ഭയപരവശനായി. അയാളുടെ പാടി. അയാൾ പറഞ്ഞു, പൗലോസേ ഇപ്പൊ പൊയ്ക്കോ, ഞാൻ പിന്നെ വിളിക്കാം. തിരുവചനം കേട്ടിട്ടും കർത്താവിനെ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞ് നിത്യ നരകത്തിനകത്ത് കോടികൾ പോയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പാപത്തെ വിട്ടുതിരിയാമോ? 1 കൊരിന്ത്യർക്ക് ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം, വെളിപ്പാട് 21:8, ഗലാത്യർ 5:19 വായിച്ച് ടക്കനെ 1-2 വാക്യം വായിച്ച്. ഗലാത്യർ 5-ാം അധ്യായം 19-20 വാക്യം വായിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി വായിച്ചേ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന അതെല്ലാം വിട്ടുതിരി. യേശുവിന്റെ അടുത്ത് പോകണമോ? സകലതും വിട്ടുതിരി. ദുർനടപ്പ് വിട്ടുതിരി, അശുദ്ധി വിട്ടുതിരി. വിഗ്രഹത്തെ ആരാധിക്കരുത്. യേശുവിനെ അധികമായി ഭാര്യയെ സ്നേഹിച്ചാൽ അത് നിന്റെ വിഗ്രഹം. വീട് സ്നേഹിച്ചാൽ അത് നിന്റെ വിഗ്രഹം. യേശുവിനേക്കാൾ വിദ്യാഭ്യാസം സ്നേഹിച്ചാൽ, പണം സ്നേഹിച്ചാൽ അത് നിന്റെ വിഗ്രഹം. യേശു മാത്രം കർത്താവ്. വിഗ്രഹത്തെ വിട്. അടുത്ത വരി, അഭിചാരം, പക മതിയാക്ക്, പിണക്കം മതിയാക്ക്. പിണങ്ങിയിരിക്കുന്നവരുടെ കണ്ണടച്ച നേരെ പിണക്കത്തോടെ പോകുന്ന നരകത്തില. പിണങ്ങിയിരിക്കല്ലേ. മത്തായി 25:23 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 23-24 പിണക്കത്തിന്റെ കാര്യം മാത്രമാണ് അത് എഴുതിയിരിക്കുന്നത്. പിണങ്ങിയിരിക്കല്ലേ. പിണങ്ങിയിരുന്ന് ഇവിടെ കണ്ണടച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല. പിണക്കം മതിയാക്ക്. അടുത്ത വരി, ജാരശങ്ക, ക്രോധം, ശാഠ്യം, സ്വന്തപക്ഷം, ഭിന്നത, അസൂയ മതിയാക്ക്. മദ്യപാനം ദൈവരാജ്യം അവകാശമാക്കത്തില്ല. മദ്യം നിന്നെ നരകത്തിലെത്തിക്കും. ദേശത്തിലെ സഹോദര സഹോദരി, നീ മദ്യം ഉപയോഗിക്കുമ്പോൾ നിന്റെ തലമുറ തകരും, നിന്റെ കുടുംബം തകരും. ഈ മദ്യം നിന്നെ എത്തിക്കുന്നത് നരകത്തിനകത്താണ്. നിന്നെ കണ്ട് നിന്റെ തലമുറയും നാളെ മദ്യപാനം തുടങ്ങും. മനുഷ്യർ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? വെളിപ്പാട് 21:8, ഭീതിക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, പോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി, തീയും ഗന്ധവും കത്തത് തീ പൊയ്കയാത്രേ. ഇന്ന് രാത്രി റോമർക്ക് ലേഖനം 1-ാം അധ്യായം 29-30 വായിക്കുമ്പോൾ വായിച്ചേ.
അവർ സകല അനീതിയും അനീതി വിട്ടുതിരി ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധി നിറഞ്ഞവർ അസൂയ കൊല പിണക്കം കപടം ദുശ്ശീലം എന്നിവ തിങ്ങിയവർ കുരളക്കാർ ഏഷണി മതിയാക്ക് ദൈവദോഷം മതിയാക്ക് നിഷ്ഠൂരത മതിയാക്ക് ഗർഭിഷ്ഠത മതിയാക്ക് ആത്മപ്രശംസക നമ്മളൊക്കെ പൊക്കി പറയുന്നതാണ് ഇഷ്ടം. ഇതൊന്നും വെളിപ്പെടുന്ന സമയമില്ല, അതുകൊണ്ട് വിട്ടുപോകുന്ന അടുത്ത പുതുദോഷം സങ്കല്പിക്കുന്നവർ മാതാപിതാക്കൾ അനുസരിക്കാത്തവർ ബുദ്ധിഹീനർ നിയമലംഘികൾ വാത്സല്യമില്ലാത്തവർ കനിവറ്റവർ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. ഇന്ന് രാത്രി പാപം വിട്ടു തിരിഞ്ഞു വാ. ഓ സ്വത്ര സഭാപ്രസംഗി 12:1 മുതൽ വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, വായിച്ച സഭാപ്രസംഗി പുസ്തകം 12:1 വാക്യം, മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഓ ദേശം മറക്കുന്ന ദിവസം, ബന്ധുക്കൾ മറക്കുന്ന ദിവസം, ആർക്ക് രക്ഷിക്കാൻ പറ്റാത്ത ദിവസം. അയ്യോ, ഈ ഭൂമിയിൽ ജനിച്ചാൽ ഒരു മരണമുണ്ട്, മരണശേഷം 2 സ്ഥലമുണ്ട്, നിത്യതയുണ്ട്, നിത്യ നരകമുണ്ട്. നരകത്തിൽ ആരും പോകല്ലേ. ഇന്ന് രാത്രി നരകത്തിൽ പോകാതിരിക്കാൻ ഏക മാർഗം യേശു ക്രിസ്തു. യേശുവിനെ രക്ഷകനെ കർത്താവായി സ്വീകരിച്ച് വായിച്ചേ സഭാപ്രസംഗിയാ. നിന്റെ യൗവനകാലത്ത് ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല. മരണം വരുമ്പോൾ ഇല്ല അപ്പാ, ഒരാഴ്ച കഴിയട്ടെ എന്ന് പറയാൻ പറ്റത്തില്ല. പോയേ തീരൂ. കൊട്ടാരമായാലും വിട്ടേ തീരൂ. കോട്ടയ്ക്കകത്ത് മൃത്യു വരൂ. സ്നേഹിത, കടക്കാർ വന്നാൽ മാറ്റിവിടാ. മരണം വന്നാൽ പോയേ തീരൂ. താങ്കൾ എവിടെ കണ്ണ് തുറക്കും? അടുത്തവര് വായിച്ചേ. നീ പറയുന്ന കാലം സമീപിക്കേ സൂര്യൻ വെളിച്ചവും ചന്ദ്രൻ നക്ഷത്രങ്ങളും ഇരുണ്ടു പോകുമേ. മഴ പെയ്ത ശേഷം മേഘങ്ങൾ ഇതെല്ലാം പ്രായം ചെന്നവരെ കുറിച്ച് കൊടുക്കുകയാണ്. പൊൻകിണ്ണം തകരും, വെള്ളിച്ചരട് അറ്റുപോകും, രോചനക്കൊരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? വീട്ടുകാർ മറക്കുന്ന ദിവസം, കിടന്ന കട്ടിൽ ടാറ്റ പറയുന്ന ദിവസം, പ്രിയപ്പെട്ടവർ പൊക്കോ എന്ന് പറയുന്ന ദിവസം, മക്കൾ കുഴിക്കര വരെ, ഭർത്താവ് കുഴിക്കര വരെ, ആർക്ക് സഹായിക്കാൻ പറ്റാത്ത ദിവസം, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? കിടക്കുന്നു, അനേകർ എഴുന്നേൽക്കുന്നില്ല, നടക്കുന്നു, വീട്ടിലെത്തുന്നില്ല. സ്നേഹിത, സഹോദര, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഓ, ഇന്ന് രാത്രി യേശുവിനെ കർത്താവായി സ്വീകരിക്കാമോ? എല്ലാവരും